ഏതാനും ആഴ്ച മുൻപ്, കൃത്യം പറഞ്ഞാൽ ജാനുവരി മാസം 21-ാം തീയതി ഞായറാഴ്ച 1 മണിയായപ്പോൾ ഞാൻ ഇവിടെ നിന്നും വളരെ അകലെ ആയൂരിനപ്പുറത്ത് അഞ്ചൽ എന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അഞ്ചലിനപ്പുറത്തൊരു ഗ്രാമമുണ്ട്, ഒരു നാട്ടുഗ്രാമം. അഞ്ചലിൽ നിന്നും 6-7 കിലോമീറ്റർ അകലെയാണ്. ബസ് സർവീസുകളൊന്നുമില്ല. ആ ഗ്രാമത്തിൻ്റെ പേര് തഴമേലെന്നാണ്. അവിടെ ഒരു സഭയിലായിരുന്നു ശുശ്രൂഷ കഴിഞ്ഞ് 1 മണിയായി. നല്ല കൊടും ചൂടാണ്. തിരികെ വരുവാൻ തക്കവണ്ണം വന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, സഹോദരി പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ യൂട്യൂബിൽ വാട്സപ്പിൽ കൂടെ തരുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സഹോദരിയെ പരിചയമുണ്ട്. ആ സഹോദരി വന്ന് പറഞ്ഞു, എൻ്റെ അമ്മച്ചി സുഖമില്ലാതെ ഇവിടെ അടുത്ത് കിടക്കുകയാണ്, ബെഡ് റിഡറാണ്, സ്ട്രോക്കാണ്. ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്. അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മച്ചിയെ പരിചരിക്കാൻ വേറെ ആരുമില്ല, അതിന് ഞാൻ വന്നതാണ്. പാസ്റ്റർ അമ്മച്ചിയുടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അമ്മച്ചി കടുത്ത റോമൻ കത്തോലിക്ക വിശ്വാസിയാണ്. വളരെയധികം റോമൻ കത്തോലിക്ക സഭയോടെ അടുത്ത ബന്ധം പുലർത്തുന്ന കടുത്ത വിശ്വാസിയാണെങ്കിൽ ബെഡ് റിഡറാണ്, സ്ട്രോക്ക് വന്നു, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. നടന്നു വേണം ചെല്ലാൻ, വാഹനം അത്രയും ചെല്ലുകയില്ല. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിൽ വേറെ ആരുമില്ല. എന്നെ അതിശയിപ്പിച്ചൊരു സംഭവം, ഒരമ്മച്ചി കട്ടിലിൽ കിടക്കുന്നു, റെയിലിങ്സൊക്കെ ഇട്ടിട്ടുണ്ട്, സ്റ്റീൽ കൊണ്ട് കട്ടിലിന്. ഈ അമ്മച്ചിയോടെ ഏതാണ്ട് 1 മണി സമയം കഴിഞ്ഞു. ഈ അമ്മച്ചിയോട് രാജു പൂവക്കാല പാസ്റ്റർ പ്രസംഗിക്കുന്നു. അതിശയത്തോടെ ഞാൻ നോക്കി. പ്രസംഗ വിഷയം ഒറ്റിക്കൊടുത്ത ഇസ്കരിയാത്ത യൂദാവിനെ യേശുവിനെ നേരത്തെ അറിയാമായിരുന്നു. വളരെ കൗതുകത്തോടെ അമ്മച്ചി ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കഴിഞ്ഞ ഈ ഞായറാഴ്ച 28-ാം തീയതി രാത്രി 10 മണിക്ക് ചില സഹോദരന്മാരുമായി വളരെ ഗൗരവമുള്ള ചില ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുവാനുണ്ട്. വളരെയധികം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പാളിച്ച വരാതെ സൂക്ഷിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അപ്പോൾ 10 മണിയാകുമ്പോൾ 2 സഹോദരന്മാരുമായിട്ട് സംസാരിക്കണം. അവരെൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് രാത്രിയിൽ അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് 9:45 ഒരല്പം മനസ്സിനൊരു ചേഞ്ചിന് വേണ്ടി TV ഓൺ ചെയ്തു. അപ്പോൾ 10 മണിക്ക് എന്താ തീരുമാനം എടുക്കണം, തീരുമാനം പറയേണ്ടത് ഞാനാ, എന്ത് പറയണമെന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ TV ഓൺ ചെയ്തപ്പോൾ അവിടെ രാജു പൂവക്കാല പാസ്റ്റർ എന്നോട് പ്രസംഗിക്കുന്നു, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കി കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ അനുഗ്രഹീതനായ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയിലായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. വളരെ ചിന്തനീയമായ ആശയസമ്പുഷ്ടം, ചിന്തിക്കേണ്ടിയവർക്ക് മണിക്കൂറുകൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ ബാക്കി കർത്താവ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് രാത്രി 10:30 എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. വേണമെങ്കിൽ തൻ്റെ മകനെ ഭൗതികമായി ഏതെങ്കിലും നല്ലൊരു സ്ഥാനത്താക്കാം, എന്നാൽ തൻ്റെ പുസ്തകം തന്നെ മകനും എടുപ്പാൻ മനസ്സ് തോന്നിച്ച കുഞ്ഞുങ്ങളെ വളർത്തിയ കർത്താവിൻ്റെ ദാസനെ സഹോദരിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറഞ്ഞില്ല എങ്കിൽ ഒരു കുറ്റബോധം എനിക്കുണ്ടാകും. കാരണം അന്ന് ഈ ആയൂര് തഴവേ വെച്ച് എനിക്ക് വളരെ രസകരമായി തോന്നി. കത്തോലിക്ക അമ്മച്ചി ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുക. രാജീവ് പൊക്കാൽ അടുത്ത TV കൊണ്ട് അടുത്താ വെച്ചിരിക്കുന്നത്, അടുത്ത് പ്രസംഗിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഈ അനുഗ്രഹീതമായ ദിവസത്തിനായി സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന ആത്മീയ ഉത്സവം ദൈവമക്കൾക്കൊരു പ്രചോദനവും അനുഗ്രഹവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 10 onwards. അവർ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഒരിക്കൽ കൂടി സിസ്റ്റർ വായിച്ചു കേൾപ്പിക്കും, അല്ലെങ്കിൽ ബ്രദർ. അതിനകത്ത് ഒത്തിരി ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. സ്വർഗം, പരിശുദ്ധാത്മാവ്, സാക്ഷാൽ ക്രിസ്തു, ദൈവപുത്രനും ദൈവവുമായ കർത്താവെ, ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ജീവിതത്തിലെ സകല തുറയിലുമുള്ളവർക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അനന്തര ഫലവുമുണ്ട്. ഒരിക്കൽ കൂടി വായിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ,
അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നമ്മുടെ മനസ്സിൽ ഈ കാര്യം ഇരിക്കട്ടെ. 4 ഓപ്ഷൻ അവിടെ പറയുന്നുണ്ട്. ആർക്കും എടുക്കാം. അതിലേത് ഞാൻ എടുക്കും, നിങ്ങൾ എടുക്കും എന്നുള്ളതാണ് ചിന്താ വിഷയം. വളരെ മനോഹരമായ അഥവാ ശാസ്ത്രത്തിൻ്റെ ഉത്സവ പറമ്പിലാണ് ഇന്ന് മാലോകർ ജീവിക്കുന്നത്. നാം ഉൾപ്പെടെ ഏതാണ്ട് 198 രാജ്യങ്ങൾ, ഏതാണ്ട് 800 കോടി ജനങ്ങൾ, പല ഭാഷക്കാർ, ഇവരെല്ലാം കഴിയുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു ഉത്സവ പറമ്പിലാണ്. പഴയ കാലത്ത് അധികമൊന്നും പോകണ്ട, ഒരു 60 വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലെ ബോംബെയിൽ നിന്നും അമേരിക്കയിലെത്താൻ 30 ദിവസം, ഒരു മാസമാണ് കപ്പൽ യാത്ര. എന്നാൽ ഇന്ന് ന്യൂഡൽഹി ടു ന്യൂയോർക്ക് 16 മണിക്കൂർ. കാലത്തിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പഴയ കാലത്തെ അധികം നാളുകളൊന്നും ആയില്ല, ഒരു 10-45 വർഷം മുമ്പ് വരെ നിലാവുള്ള രാത്രിയിൽ വീടിൻ്റെ മുൻവശത്തിറങ്ങിയുന്ന മാനത്തെ പൂനിലാവും പൂർണ്ണചന്ദ്രൻ, വേറൊരു ഭാഷയിൽ അമ്പിളിയമ്മാവനെ കണ്ട് സന്തോഷിച്ച ജനമാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്താൻ 3 ദിവസം മതി. 3.25 ലക്ഷത്തോളം കിലോമീറ്റർ അകലെയുള്ള ആ ചന്ദ്രനിൽ ഒരു ശാസ്ത്ര പേടകം ചെന്ന് ചെല്ലുവാൻ 3 ദിവസം മാത്രം. അത്രത്തോളം പുരോഗതി നേടിയ ഒരു ലോകം അല്ലേ? കയ്യിലിരിക്കുന്ന ചെറിയ ഡിവൈസിൽ വിരലമർത്തിയാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ബിരിയാണി മുതൽ ബിസ്ക്കറ്റ് വരെ വീട്ടിൽ വരും. അതനുഭവിക്കുന്നവരാണല്ലോ അല്ലേ? ഏത് കാര്യങ്ങൾക്കും അത്രത്തോളം ആയി. മെഡിക്കൽ സയൻസ്, അന്തരാവയവങ്ങൾ, കിഡ്നി, ലിവറ്, ഇതെല്ലാം ഒരു ചെടി പറിച്ചു നടന്ന ലാഘവത്തിൽ പറിച്ചു നടന്ന സംവിധാനങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഉണ്ട്. ഡയബറ്റിക് കൂടിയവർക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്ത് ശരീരം കുത്തി നോവിച്ച് മടുത്തവർക്ക് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പ് വഴി വരുന്നത് പോലെ ആവശ്യാനുസരണം ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിലേക്ക് ഇൻസുലിൻ വരുന്ന ഇൻസുലിൻ പമ്പുണ്ട്, അത് ഫിറ്റ് ചെയ്തവർ ഇവിടെയും കാണും. ഹാർട്ടിൻ്റെ റിതത്തിന് സ്വരവ്യത്യാസമുണ്ടായപ്പോൾ പകരം മാറ്റാൻ മനോഹരമായ പേസ് മേക്കർ നൽകി ലോകത്തെ സന്തോഷിപ്പിക്കുന്ന വൈദ്യശാസ്ത്രം അത്രമേൽ പുരോഗമിച്ചു. സംഭവങ്ങൾ ശരിയാണെങ്കിൽ ഇറ്റാലിയൻ ഡോക്ടർ സാരിഗോ കോണോറയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. അദ്ദേഹം അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഹാർട്ടോ ലിവറോ കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല, ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ, തല പറിച്ചു മാറ്റി വെക്കുക. സാരസ്യ ഭാഷ പറഞ്ഞാൽ ചാക്കോച്ചൻ്റെ തല വെട്ടി അച്ചാമ്മയുടെ ശരീരത്തിൽ ഘടിപ്പിക്കുക. അതിൻ്റെ അനന്തരഫലങ്ങളും പ്രതികളും എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യമാകുവാൻ ഇനി അധികം കാലങ്ങൾ വേണ്ട. അത്ര പുരോഗമിച്ചൊരു ലോകമല്ലേ? 50 വയസ്സുള്ള ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും 40 മിനിറ്റ് കൊണ്ട് 18 വയസ്സാക്കുന്ന കോസ്മിക് ടെക്നോളജി തിരുവല്ലയിലും ഇല്ലേ? എല്ലാ സംവിധാനങ്ങളും കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് കാർഡ് ഇൻസർട്ട് ചെയ്താൽ കാറ് വരെ വീട്ടിൽ വരികയല്ലേ? അതിമനോഹരമായ ഹർമ്മ്യങ്ങളിലല്ലേ നമ്മൾ താമസിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പറഞ്ഞു, എന്തു തിന്നും അറിയാവുന്നവരെന്ന് പറയാവോ? എന്ത് തിന്നും, ഇന്ന് ഏത് തിന്നും, ഏത് ഉടുക്കും. ശരിയാണോ? കാലം മാറുന്നത് കണ്ടോ? അത്രത്തോളം ഉപരിപ്ലവമായി വളരെയധികം ശാസ്ത്രത്തിൻ്റെ വികാസത്തിലും മറ്റു വിധത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു ലോകം. എന്നാൽ ഈ സുന്ദരമെന്ന് പറയുന്ന ലോകത്തിൽ യഥാർത്ഥ സമാധാനം ദൈവമക്കൾക്കല്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ? കലങ്ങി മറിയുന്ന കലക്കവെള്ളം ഒഴുകുന്ന കുത്തൊഴുകുന്ന ഒരു നദി പോലെ ഈ ലോകത്തിലെ മനുഷ്യ മഹാസമുദ്രം സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആശ്വാസമില്ലാതെ, ധനമുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, എങ്കിലും മനസ്സിൽ സ്വസ്ഥതയില്ലാതെ തകരുകയല്ലേ? രാജ്യങ്ങൾ തമ്മിൽ അകമേ എത്ര വൈരാഗ്യം! മനുഷ്യന്റെ ജീവിതത്തിൽ 6000 വർഷത്തെ ചരിത്രം എടുക്കണ്ട, 2000 വർഷത്തെ ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കേ, ഇത്രയും ഭയങ്കരമായ ഒരു കാലം വന്നിട്ടുണ്ടോ? മാതാപിതാക്കളെ ഒരു വിധത്തിലും അനുസരിക്കാത്ത ഒരു പുതിയ സമൂഹം. അപ്പനെ അമ്മയും കാണുമ്പോൾ ഹായ് ബായി പറഞ്ഞ് പിരി, ഹായ് മമ്മി, ഹായ് പപ്പ
അതിനപ്പുറമില്ല. പ്രായപൂർത്തിയായ മാതാപിതാക്കളെ പരിചരിക്കുവാൻ സാധിക്കാത്ത പുതിയ തലമുറ. ശരിയാണോ? അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ലേ? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാധിക്കാത്ത സംവിധാനങ്ങൾ. ഒരിടത്തും സമാധാനമില്ല. മദ്യമങ്ങൾ വായിക്കുവാൻ ഭയമല്ലേ? പിടിച്ചുപറിയുടെയും ബലാത്സംഗത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും നീണ്ട കഥയല്ലേ ലോകത്തിൽ? ഏറ്റവും മാന്യമായി ശ്രേഷ്ഠമായി ബുദ്ധിയിൽ ഭാവുകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയ മനുഷ്യൻ. ജീവനുള്ള പ്രധാനമായിട്ടുള്ള 3 സിസ്റ്റം അവാന്തര വിഭാഗങ്ങളുണ്ട് ലോകത്തിൽ. പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ഇനി വേറെ ഉണ്ട് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്. അത് മറ്റൊന്ന്. ഇതിൽ ഈ ജീവനുള്ള പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം, ഇതിലേറ്റവും മിടുക്കരാരാ? മനുഷ്യരല്ലേ? എന്താ കാരണം? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നീ സന്താന പുഷ്ടിയുള്ളവരെ പെറ്റുപെരുകി ഭൂമിയിൽ ജീവിച്ച് അതിലടക്കിയതിൽ വാഴുവീൻ. ആ ഭാവുകമാണ് മനുഷ്യനെ. ഇത്രയും ഭാവുകങ്ങൾ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ ഇന്ന് എന്തുകൊണ്ട് ഈ കാലത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല? ഞാൻ ക്രൈസ്തവ കോളത്തിലേക്ക് വരാൻ പോവുകയാണ് പൊതുലോകത്തിൽ നിന്നും. അതോടൊപ്പം ഭൂമിയെ ഡൈവേഴ്സ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സൂര്യൻ. ഏത് സമയത്തൊരു ഡൈവേഴ്സ് നടക്കും. ഭൂമിയെ സൂര്യൻ ഡൈവേഴ്സ് ചെയ്യും. ശാസ്ത്രം പറയുന്നതാ. ഒടിഞ്ഞു വീഴാൻ ആടി നിൽക്കുന്ന ഇന്ത്യയുടെ അപ്പുറത്തുള്ള എവറസ്റ്റ്, മഞ്ഞുമല, ഗർജിക്കുന്ന സമുദ്രങ്ങൾ, തുറമുഖ നഗരങ്ങൾ മുഴുവൻ നോക്കി ഗർജിക്കുന്ന സമുദ്രം. കർത്താവിൻ്റെ ഭാഷ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം. ഒരു ഭാഗത്ത് സമാധാനമില്ല, മറുഭാഗത്ത് പ്രകൃതി എതിരെ. ഈ സിസ്റ്റത്തിൻ്റെ തലവനായ സോളാർ സിസ്റ്റം ഭൂമിയിൽ നിന്നും പ്രകാശം തരാതെ മാറാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നത്. സൂര്യപ്രകാശമില്ലാത്ത ഒരു ഭൂമി വരുന്നു. ഈ ലോകം എങ്ങോട്ട് കൂമ്പുകുത്തുന്നു? ശാസ്ത്രത്തിന് ഉത്തരവില്ല, ബുദ്ധിജീവിക്ക് ഉത്തരവില്ല. ദൈവമക്കൾക്കൊരു കാര്യം അറിയാം: 2 യുഗങ്ങളുടെ സംഗമം, 2 കാലങ്ങളുടെ സംഗമത്തിൽ നാം എത്തിയിരിക്കുന്നു. ഒന്ന്, 2000 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യപാപങ്ങൾക്ക് വേണ്ടി ദൈവം മനുഷ്യനായി ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യനായി, അവതാരമല്ല, ദൈവം മനുഷ്യനായതാ. കർത്താവായ ക്രിസ്തു ക്രൂശിൽ കൊരിഞ്ഞ നിർദോഷമായ രക്തം കൊണ്ട് ഏത് ജാതിക്കുമുള്ളവരെ നിത്യതയിലേക്ക് വരുവാൻ സ്വർഗം തുറന്നിരിക്കുന്ന ഏറ്റവും വലിയ പെരുവഴി, ജീവനുള്ള പുതുവഴി. ആ 2000 വർഷമായി ആ വഴി ഇവിടെ തീരാൻ പോവുകയാണ്. ആ വഴി തീരുന്നുകൊണ്ടിരിക്കുന്നു. 2 യുഗങ്ങളുടെ സംഗമം. അടുത്തത് ദൈവത്തോടുള്ള മനോഹരതയിൽ കഴിഞ്ഞ കാലത്ത് അഹങ്കരിച്ച് ദൈവത്താൽ ശക്തിയാൽ തേജസ് നഷ്ടപ്പെട്ട സുന്ദരനായ ദൂതനായ ലൂസിഫർ, സാത്താൻ, അവനെ ശിക്ഷിച്ചില്ല. അവൻ്റെ ശിക്ഷ ഈ ഭൂമിയിൽ കൊടുക്കണം. അതിനുവേണ്ടി ഈ ഭൂമി അവൻ്റെ കയ്യിൽ കൊടുക്കുന്ന പൈശാചിക കാലം, അതിനാ ദൈവദാസന്മാർ പറയുന്ന മഹോപദ്രവകാലം. ഇത് 2ഉം കൂടെ സംഗമിക്കുന്നു. ഇത് 2ഉം കൂടെ ജോയിൻ്റ് ആകുക. അങ്ങനെ ജോയിൻ്റ് ആകുന്ന തലമുറയിലാണ് ഈ കരിസ്മ. 2 യുഗങ്ങൾ. ഒന്ന് കൃപായുഗം, 2 മഹോപദ്രവ കാലം. ഇത് 2ഉം കൂടെ ഒന്ന് സന്ധിക്കും. ആ സന്ധ്യയിലാണ് കൃപായുഗത്തിൽ കൃപ പ്രാപിച്ചവരെ ശരീരത്തെ തേജസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുക. ഈ ശരീരത്തെ തേജസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രക്രിയ സ്വർഗം കർത്താവ് ചെയ്യാൻ പോവുക. അപ്പോൾ ശേഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ പൈശാചിക ഭരണം. വേറൊരു ഭാഷയെ പറഞ്ഞാൽ നാം നിൽക്കുന്ന പീരീഡ് 1 പ്രീ റാപ്ചർ പീരിയഡ്. കർത്താവിൻ്റെ വരവിന് തൊട്ടു മുമ്പുള്ള സമയം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം, അഥവാ പൊതുവെ പറഞ്ഞാൽ ക്രൈസ്തവ ലോകം. വി ആർ ഓൺ പ്രീ റാപ്ചർ പീരിയഡ്. പഠിക്കുന്ന കുട്ടികളുടെ പരീക്ഷ
ഫൈനൽ എക്സാമിന് മുമ്പ് അവർക്ക് ഏതാനും ദിവസങ്ങളുണ്ട് പ്രിപ്പറേഷൻ ഫോർ എക്സാം. അവധി കുട്ടികൾക്കൊക്കെ ഏത് ക്ലാസ്സിലും എക്സാമിന് ഒരു 3-4 ദിവസം മുമ്പ് നമുക്കറിയാം അവർക്ക് പ്രിപ്പറേഷൻ ടൈമാണ്. പഠിച്ചതെല്ലാം ഒന്നുകൂടെ പഠിക്കാനും ഏതെങ്കിലും കഠിന വിഷയം ഉണ്ടെങ്കിൽ ലളിതമായി പഠിക്കാനും ചിന്തിക്കാനും, ജസ്റ്റ് ടു പ്രിപ്പയർ ഫോർ ദി എക്സാം. അതുപോലെ തന്നെയാണ് ദൈവമക്കൾക്ക് നമുക്കൊന്ന് ഒരുങ്ങാൻ. എന്തിനാ? പ്രീ റാപ്ചർ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറാകാൻ ഒരു സമയം. അപ്പോൾ തന്നെ ഇതര ലോക ജനതയ്ക്ക് എന്താണെന്നറിയാവോ? സാത്താന്യ ഭരണത്തിലേക്ക് വീഴാൻ. വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാത്താന്യ ഭരണത്തിൻ്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞു. അവൻ പ്രത്യക്ഷനായില്ല എന്നു മാത്രം. അവൻ പ്രത്യക്ഷനാകാത്തതിൻ്റെ കാരണം അവനേക്കാൾ ശക്തിയുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അത് ആറ്റം പവറല്ല, ഏതെങ്കിലും രാജ്യത്തിൻ്റെ പവറല്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയമായ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലുള്ള ദൈവമക്കൾ ഇവിടെ ഉള്ളതിനാൽ അവന് വെളിപ്പെടാൻ സാധിക്കത്തില്ല. സംഭവം തുടങ്ങി. തിരുവല്ലയെക്കുറിച്ച് പറയുമ്പം ചെങ്ങന്നൂരിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ തോലശ്ശേരി കഴിയുമ്പോൾ തിരുവല്ല എന്ന് പറയും അല്ലേ? ഞങ്ങളുടെ കോട്ടയം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ രാമഞ്ചിറ കഴിഞ്ഞാൽ പറയും തിരുവല്ലായി. ശരിയല്ലേ? കോഴഞ്ചേരി നിന്ന് വരുന്നവർ ഈ മഞ്ചാടി കഴിഞ്ഞാൽ പറയും തിരുവല്ലായി. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്നവരെ കാവുംഭാഗം കഴിഞ്ഞാൽ തിരുവല്ല. പക്ഷെ യഥാർത്ഥ തിരുവല്ല എന്ന് പറയുന്നത് നമുക്കറിയാം SC ജംഗ്ഷനാണ്. ശരിയല്ലേ? പക്ഷെ കാവുംഭാഗം കഴിഞ്ഞാലും തിരുവല്ലയില്ല. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ചോദിക്കുമ്പോൾ എവിടാ വീട്? അച്ചായ സൗര എവിടാ വീട്? ഉടനെ പറഞ്ഞു തിരുവല്ലയില. അടുത്ത ചോദ്യം തിരുവല്ലയിൽ എവിടാ? കവിയൂരാ. എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും, എവിടെയാ വീട്? തിരുവല്ലയിൽ. അപ്പം തിരുവല്ലയിൽ എവിടാ? കവിയൂരാ. കറക്റ്റാ. പക്ഷെ കവിയൂരല്ല അറിയുന്നത്, തിരുവല്ലായ. അതിനോട് അറ്റാച്ച്ഡാ. ഇതുപോലെ പൈശാചിക ഭരണത്തിൻ്റെ ആരംഭം തുടങ്ങി അവന് അധികാരമേറ്റിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ക്രൈസ്തവ ഗോളത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുവാൻ പോകുന്നത്. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. നിഷ്പക്ഷമായിട്ട് ദൈവമക്കൾ നിരീക്ഷിക്കണം. ക്രിസ്തീയ സഭകളുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ ഇപ്പോൾ കേൾക്കുന്ന അനാത്മിക കോലാഹലങ്ങൾ ഇതിനു മുമ്പുണ്ടോ? ഇത്രയും ശക്തമായി പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, ക്രൈസ്തവ ഗോളത്തിൽ പെന്തിക്കോസ്തുകാരെ ഉൾപ്പെടെയാ പറയുന്നത്, അല്ലാത്ത ഇതര സഭകളെയും കൂടെ ചിന്തിച്ചു. എല്ലാ ക്രൈസ്തവ സഭകളിലും ഇപ്പോൾ എന്നാ ഈ വലിയ ബഹളം നടക്കുന്നത്? ദൃശ്യമാധ്യമങ്ങൾ വായിക്കാൻ ലജ്ജയല്ലേ? എന്താ കാര്യം? ദൃശ്യമാധ്യമങ്ങളിലെ വാർത്ത വായിക്കാൻ ദുഃഖമല്ലേ? എന്താണ് ഇതിൻ്റെ കാരണം? കാരണം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണാം, കോതമ്പിൻ്റെ ഇടയിൽ കളയും കയറി വന്നു. എന്നിട്ടോ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 13:29. അതിന് അവനില്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതു പോകും. അപ്പൊ ഈ ജോലിക്കാരി എന്ന് പറയാം, ഞാനവിടെ കളതെ പൊങ്ങി നിൽക്കുക, കോതമ്പിനേക്കാൾ അരയടി പൊക്കമുണ്ട് കാളക്കെ, ഞങ്ങൾ എന്നത് അങ്ങ് പറിച്ചു കളയട്ടെ. ഉടനെ യജമാനം പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കുക. വായിച്ചാട്ടെ. പക്ഷെ കള പറിക്കുമ്പം കോതമ്പ് കൂടെ പിഴുതു പോകും. തമ്പുരാൻ ഒരു ജനറൽ അപ്രൂട്ട് നടത്തിയാൽ നല്ലതും ചിലപ്പം പറഞ്ഞു പോകും. അതുകൊണ്ട് അടുത്ത വായിച്ചേ. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. നമ്മൾ നിൽക്കുന്ന സമയം ഏതാ? കളയും കോതമ്പും ഒരുപോലെ വളർന്നു വരിക. ശത്രു ചെയ്ത പണിയാന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഇതിനിടെ ശത്രു കൊണ്ടുവന്ന് കള വിതച്ചു. ആ കള കോതമ്പിനേക്കാൾ അരയടി പൊക്കമാ. കർത്താവ് പറഞ്ഞു രണ്ടും കൂടെ കൊയ്ത്തോളം നിൽക്കട്ടെ. അടുത്തതോ? കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി. ആദ്യമേ കോതമ്പല്ല, കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കളയും. ശ്രദ്ധിക്കുക, കളകൾ പറിച്ചു കൂട്ടും. കളകൾ പറിച്ചു കൂട്ടും. എങ്ങനെ? ഇനിയും അടുത്തത് ക്രൈസ്തവരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇസ്രായേൽ മക്കൾ
അർമഗദോൻ യുദ്ധം കഴിഞ്ഞ് നാം എടുക്കപ്പെട്ട് അർമഗദോൻ യുദ്ധം കഴിഞ്ഞ് കർത്താവ് തൻ്റെ മഹത്തായ സഹസ്രാബ്ദം ആരംഭിക്കും. 1000 ആണ്ട് നമ്മൾ തേജസ്സിലാണ്. അന്ന് ലോകത്തിലുള്ള യഹൂദന്മാരെ 1000 ആണ്ടിൽ പ്രവേശിപ്പിക്കും. അവരെ എങ്ങനെ പ്രവേശിപ്പിക്കും? യഹൂദനെല്ലാം കയറാനല്ല. വായിക്കാം, ആമോസ് 9:9. ആമോസ് 9:9. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ ഇസ്രായേൽ ജനത്തെ സകല ജാതികളുടെ ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. എല്ലാത്തിനെയും ഒന്നും കേറ്റത്തില്ല. എഹെസ്കേൽ 20 വായിക്കേണ്ട 35. ഞാൻ അവരെ മരുഭൂമിയിൽ വെച്ച് അവരോട് വ്യവഹരിക്കും. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഞാൻ അവരെ അരിച്ചു കയറ്റും. അവരുടെ ശരീരം എനിക്കും നിങ്ങൾക്കുമുള്ള മൺമയമായ ശരീരത്തിലാണ് അവർ സഹസ്രാബ്ദത്തിൽ കയറാൻ പോകുന്നത്. ഇതേ ബോഡി 1000 ആണ്ടിൽ അവർക്ക്. അങ്ങനെ യഹൂദനെ, അബ്രഹാമിന്റെ സന്തതികളെ എല്ലാം കയറ്റത്തില്ല, അരിപ്പ കൊണ്ടരിക്കും. ഇന്ന് രാവിലെ ചായ അരിച്ച സഹോദരിമാരിവിടില്ലേ? അരിച്ചപ്പം ചണ്ടിയല്ല അരിപ്പയിലിരുന്നു, നല്ലതെല്ലാം ഗ്ലാസ്സിൽ വീണു. ഈ 1000 ആണ്ടിൽ ദൃശ്യ ശരീരത്തിൽ പ്രവേശിപ്പിക്കാൻ ഈ അരിപ്പയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മൺമയമായ ശരീരത്തെ വിൺമയമാക്കാൻ അരിപ്പിക്കുമ്പോൾ ആ അരിപ്പ് എത്ര കട്ടിയായിരിക്കും? അത് ചിന്തിച്ചോ? 1000 ആണ്ടിൽ ദൃശ്യ ശരീരത്തിൽ പ്രവേശിപ്പിക്കുവാൻ അത്രയും പ്യൂരിഫിക്കേഷൻ ആണെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ ശരിക്കൊരരിപ്പ നടക്കും. അതാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു വേറൊരു ഭാഷയിൽ. വായിക്കാം, മത്തായി 3:12 ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 3:12. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം അവന്റെ കയ്യിൽ. ആരുടെയില്ല? രാജുപോക്കാല ഭാഷയിലല്ല, ഇവർ ഈ ഇരിക്കുന്ന ദേവദാസന്മാരുടെ കയ്യിലല്ല, അവരുടെ ഇരിക്കുന്ന വചനമാണ്. അവരുടെ ഇടയന്മാരാ. അവരുടെ വടിയും കോലും ഉണ്ട്. ആരും തല്ലി ഓടിക്കാനല്ല, വചനമാകുന്ന വടിയുണ്ട് പ്രൈസിലോട് തടുത്തുകൂട്ടാൻ, കോലെ പ്രാർത്ഥിച്ച് ദൈവകാര്യങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി നടത്തുവാൻ അവരുടെ ഇരിക്കുന്ന വടിയും കോലും ആ ദൈവവചനത്തിലെ. എന്നാൽ വീശുമുറം യഥാർത്ഥത്തിൽ ആരുടെ കയ്യില? അവന്റെ കയ്യിലുണ്ട്, കർത്താവിന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി വീശി പതിരുകെടാത്ത തീയിലിടോ, നല്ലതിനെ കളപ്പുരയിൽ കൂട്ടിവെക്കും. വ്യക്തമായിട്ടൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ പ്രീ റാപ്ചർ പീരീഡിൽ കളയും ഗോതമ്പും തമ്മിൽ വേർതിരിയുന്നത് കാണാം. പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ കാണാം. ഒരു പർട്ടിക്കുലർ സഭയെക്കുറിച്ച് ഞാൻ പറയത്തില്ല. ക്രൈസ്തവ സഭ കളയും ഗോതമ്പും കാണാം. ഇത്രയും കോലാഹലങ്ങൾ 2000 വർഷമായിട്ട് ക്രൈസ്തവ സഭ ലോകത്തിൽ മുഴുവൻ വിജാതികൾക്ക് പോലും ഇല്ലാത്ത വിധത്തിലുള്ള ബഹളങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിക്കേ. സമരങ്ങൾ, കോലാഹലങ്ങൾ, സോഷ്യൽ മീഡിയയിൽ കൂടെ വിഷം ചീറ്റൽ, ദുർഗന്ധ പരത്തിൽ, ക്രൈസ്തവ കോളത്തിൽ എന്താ കാര്യം? ഇത് മുഴുവൻ കർത്താവ് അരിക്കുക. നേതൃത്വത്തിനെതിരെ, നേതൃത്വം തെറ്റ് ചെയ്താൽ ഭക്തിയോടെ വിനയത്തോടെ നേതൃത്വത്തോട് നേരിട്ട് പറയാം. നേതൃത്വം തെറ്റ് ചെയ്താൽ നേതൃത്വത്തോട് പറയാം. പക്ഷേ സോഷ്യൽ മീഡിയയിലല്ല നേതൃത്വത്തെ പറയേണ്ടത്, മൈക്ക് വെച്ചുകൊണ്ട് കവലയിൽ നിന്നുകൊണ്ടല്ല. എന്താ കുഴപ്പം? നേതൃത്വം തെറ്റ് ചെയ്താൽ നേതൃത്വത്തെ കർത്താവ് വിടുകയില്ലെന്നാണോ? ശരിക്കും ശിക്ഷിക്കും. 40 വർഷം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത പുരോഹിതനായ ഏലിയുടെ ചിത്രം നമുക്കറിയാം. നല്ല മനുഷ്യൻ, പക്ഷേ മക്കളെ ചൊവ്വെ വളർത്തിയില്ല, മുന്നറിയിപ്പ് അവഗണിച്ചു. അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ ഒരു പുരോഹിതനും ഉണ്ടായിട്ടില്ല, കഴുത്തൊടിഞ്ഞു മരിച്ചില്ലേ? അതേ 40 വർഷം 30 ലക്ഷത്തെ നടത്തിയ മോശ, ദൈവപുരുഷനായ മോശ, യഹോവയോട് നേരിട്ട് സംസാരിച്ച മോശ, തിരുവചനം പഠിപ്പിക്കുന്നു. യഹോവയായ ദൈവം പറഞ്ഞു ഇസ്രായേൽ മക്കളെ നോക്കി, 10 പ്രാവശ്യം നിങ്ങൾ എനിക്കെതിരെ മത്സരിച്ചു, സാധാരണ ജനം, എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു. പക്ഷെ ഒറ്റ പ്രാവശ്യമേ നേതാവിന് നാക്കു പിഴച്ചുള്ളൂ. ആർക്കാ? മോശയ്ക്ക്.
അദ്ദേഹത്തോട് പറഞ്ഞു, വാഗ്ദത്ത നാട് കാണത്തില്ല. അപ്പോൾ നേതൃത്വത്തെ കർത്താവാ, നമ്മളല്ല. പക്ഷെ നേതൃത്വത്തിനെതിരെ നിന്നാലോ? ഇന്നത്തെ ലോകത്തിൽ ദൈവമക്കളായി ഞാനും നിങ്ങളും ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെയല്ല ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. നേതൃത്വം തെറ്റ് ചെയ്താൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറിൽ ശാസ്ത്രജ്ഞൻ നോക്കുന്നതിന് കട്ടിയിലാണ് ഒരു നേതൃത്വത്തെ ദൈവം നോക്കുന്നത്. പ്രസംഗിക്കുന്ന എന്നെ കർത്താവ് നിരീക്ഷിക്കുന്നത്. ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങളുടെ നിരീക്ഷണം തീർന്നു. എൻ്റെ ഫാമിലി ലൈഫ്, എൻ്റെ സോഷ്യൽ ലൈഫ്, എൻ്റെ പ്രൈവറ്റ് ലൈഫ്, എൻ്റെ വീട്ടു ലൈഫ് എല്ലാം കർത്താവ് നോക്കുക. ഒരു ചെറിയ പാകപ്പഴുണ്ട്, അടി വാഴ്സല, അടി വാഴ്സല. അല്ല, നേതൃത്വം വിടത്തില്ല. പക്ഷേ നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയാലോ? നമുക്കറിയാം കോരഹനും കൂട്ടർക്കും ഉണ്ടായ അനുഭവം. മോശയ്ക്കെതിരെ സംഘടിപ്പിച്ചില്ലേ? എന്തോ സംഭവിച്ചത്? ഭൂമി വിഴുങ്ങിയില്ലേ? തീർന്നില്ല. ഒരു ശിശുവായ മോശയെ ചാതുര്യത്തോടെ രാജകുമാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് അമ്മയുടെ വളർത്താൻ കൊടുക്കാൻ ആർജവം ഉണ്ടായിരുന്ന പെങ്കൊച്ച മിരിയാം. അതെന്നാ മിടുക്കി, അത്രയും മിടുക്കി ഇവിടെയൊന്നുമില്ല. രാജകുമാരുടെ ചെന്ന് തന്മയത്വമായിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുവരാമെന്നല്ല പറഞ്ഞ് ഒരമ്മയെ അന്വേഷിക്കട്ടെ. അവൾ കള്ളവും പറഞ്ഞില്ല, ഉണ്ടോ? കള്ളവും പറഞ്ഞില്ല, സംഗതി ഒപ്പിച്ചും പറഞ്ഞു. അത്ര ചാതുര്യത്തോടെ മോശയെ കൈമെടുത്ത മിരിയാം 30 ലക്ഷം ജനത്തെ ചെങ്കടൽക്കാരി ഇക്കരെ കയറ്റിയപ്പം അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തപ്പെടുത്ത് ആരാധിച്ച മിരിയാം. സംഖ്യാപുസ്തകത്തിൽ അറിയാം, 12-ാം അധ്യായം, മോശയ്ക്കെതിരെ ഒറ്റ കൂട്ടുകെട്ടിൽ ഒരു വാക്ക്, കുഷ്ഠരോഗം. ആണോ? അപ്പോൾ നേതൃത്വത്തിനെതിരെ പറഞ്ഞാൽ നേതൃത്വത്തെ കൈകാര്യം ചെയ്യുന്ന കർത്താവാ. അവർക്കെതിരെ കർത്താവ് കൊടുക്കുന്ന മഹാശിക്ഷയാണ്. നമ്മുടെ ഇടയിൽ ഇത്രയും കോലാഹലങ്ങൾ. പത്രം വായിച്ചാൽ ക്രൈസ്തവർക്ക് ജാഥായും പ്രതിഷേധവും നടത്താനല്ല, നമ്മളെ ദൈവത്തെ ആരാധിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനാണ്. സോഷ്യൽ മീഡിയ വഴി സുവിശേഷം പറയാനാ. അതെല്ലാം പോയില്ലേ? അക്രൈസ്തവർ കൈകൊട്ടിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം കർത്താവ് കളയെ പറിച്ചു കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു, അരിക്കാൻ തുടങ്ങി. യഥാർത്ഥ വിശുദ്ധൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അന്ന് ജനം കളിക്കാൻ ചാടി. വേറൊരു വാക്യമുണ്ട്, ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10:1 മുതൽ വായിച്ചേ. 1 കൊരിന്ത്യർ 10:1 മുതൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ആത്മീയ ആഹാരം കുടിച്ചു, എല്ലാവരും ഒരു ആത്മീക പാനീയം കുടിച്ചു. പെന്തിക്കോസ്തുകാരുടെ ഭാഷ പറഞ്ഞാൽ ഇത് കാണാപ്പാടോ എല്ലാവർക്കും. ബൈബിൾ ആ സൗകര്യം വായിക്കുന്നതുള്ളൂ, നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. ഒന്ന് വായിച്ചേ, ഇനി തുടർന്ന് വായിച്ചേ. വായിച്ചാട്ടെ. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത വാക്യം, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അടുത്ത വാക്യോ, എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അടുത്ത വാക്യോ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തം. ഇത് നമുക്ക് ദൃഷ്ടാന്തം. 30 ലക്ഷം ജനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് മരുഭൂമിയിൽ കടത്തി. ചെങ്കടൽ പിളർന്നത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് പ്രദേശത്ത്. എന്നാൽ ആ വഴി കാണാം, ഇന്നും ഒരു അത്ഭുതമാ ആ വഴി. ഏതാണ്ട് നമ്മുടെ ഈ ആലയത്തിൻ്റെ വീതിയിൽ 2 സൈഡിലും ഇങ്ങനെ ബാങ്കാ, അതായത് പാറ ഇങ്ങനെ നിൽക്കുന്നു, അടിയിൽ കൂടെ ഒരു വഴി പോലെ. അങ്ങനെ വഴിവെട്ടി ഇക്കരെ കടത്തിയ ദൈവം. 1.25 കിലോമീറ്റർ ആഴമുള്ള ചെങ്കടലിൻ്റെ അടിഭാഗത്ത് അവരെ കരുതൽ കേൾക്കുക. കടൽ സമുദ്ര പരിവേഷണക്കാർക്കറിയാം, കടലിൻ്റെ അടി നമുക്ക് ബുദ്ധിയുള്ള നമുക്കും അറിയാം. വെള്ളം 4 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഒക്കെ ആഴമാണ്. ചെങ്കടലിന് 1.25 കിലോമീറ്റർ മുഴുവൻ സ്ലമ്മ, ചതുപ്പ, ചെളിയ. ഒരു കണ്ടത്തിൽ കൂടെ നമുക്ക് നടക്കാൻ ഒക്കുവോ? കണ്ടം ഉണങ്ങിയാലും നമ്മൾ നടക്കുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സമുദ്രത്തിനടി മുഴുവൻ ചതുപ്പ, ചെളിയ. തീർന്നില്ല, ഇതുപോലെ ഫ്ലാറ്റ് അല്ല. സമുദ്രത്തിനടിയിൽ ഉയർന്ന മലകളുണ്ട്, കരിമ്പാറകളുണ്ട്. എന്നാൽ ചെങ്കടൽ പരിവേഷണം നടത്തിയവർ അത്ഭുതപ്പെട്ട് കാണിച്ച വീഡിയോ, ആ അന്നത്തെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ ലക്ഷോർ മുതൽ ഇന്നത്തെ സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് തീരം വരെ 1.25 കിലോമീറ്ററുള്ള ആഴമുള്ള കടലിലുണ്ടല്ലോ, അന്നും ഇന്നും പഞ്ചസാര മണൽ. ഇന്നും പഞ്ചസാര മണൽ. എങ്ങനെ വന്നു? സമുദ്രം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വാക്കിൽ നമ്മുടെ ചെവിയിൽ കേൾക്കുന്നില്ല. സമുദ്രം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ
ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുണ്ടായിരുന്നു, എൻ്റെ 30 ലക്ഷം ജനം ഇതിലെ പോകണം. അതുകൊണ്ട് ആ ഭാഗത്ത് മാത്രം വെറും പഞ്ചസാര മണൽ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിന്റെ ആ ദുർഗന്ധ വശങ്ങൾ വരുമ്പോൾ, ചതുപ്പും ചെളിയും കുണ്ടും കുഴിയും രോഗങ്ങളുടെ കുഴിയും പ്രശ്നങ്ങളുടെ ചതുപ്പും ആപത്തിന്റെ അനർത്ഥത്തിന്റെ ഗർത്തങ്ങൾ വരുമ്പോൾ, നീ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തിയാൽ അവിടെ പഞ്ചസാര മണൽ ഇന്നും വിരിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അങ്ങനെ ഇക്കരെ കടത്തി ചേർത്തണം ആവർത്തിച്ച സമയം പോകും. സ്വർഗത്തിലെ അലങ്കാര ഭാഷ പറഞ്ഞ സ്വർഗത്തിൽ ദോശ ചുട്ട് ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തു. പക്ഷെ അതെല്ലാം മറുത്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാ, ഒറ്റ എണ്ണത്തിനെ ഞാൻ വാഗ്ദത്ത നാട്ടിൽ കയറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൃഷ്ടാന്തം, ക്രൈസ്തവ ഗോളത്തിനൊരു ദൃഷ്ടാന്തം, ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിതം നയിക്കുന്ന ഒറ്റ വ്യക്തി എടുക്കപ്പെടത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും അടിസ്ഥാനമില്ലാത്ത യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നവർ എടുക്കപ്പെടത്തില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും ഇതൊരു പ്രീ റാപ്ചർ പീരീഡാ. എന്തിനാ? വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ, നീതിമാൻ നീതി ചെയ്യുവാൻ, വിശുദ്ധൻ വിശുദ്ധീകരിപ്പാൻ. ഈ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ, അതിനെ മാറ്റുവാൻ നമുക്ക് ഈ അവസരം വളരെ മനോഹരമാണ്. ഫൈനൽ എക്സാമിന് കുഞ്ഞുങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും, നിങ്ങൾക്ക് മാത്രമല്ല ഇത് ഞങ്ങൾക്കും ബാധകമാണ്. ജീവിതത്തിൽ എന്താ, വി ലിവ്സ് ഇൻ എ ഫിസിക്കൽ ബോഡി. നമ്മളൊരു ദൃശ്യ ശരീരത്തിൽ ജീവിക്കുന്നു. ഈ ശരീരം ഈ മൺമയമാ. ഇതിനകത്തെ പരിശുദ്ധാത്മാവിന് പ്രവർത്തനം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം മൺമയമാ. ഈ ശരീരത്തിൻ്റെ ഒരു പാർട്ടിനും സ്വർഗമായി ആ ബന്ധമില്ല. പരിശുദ്ധാത്മാവുള്ള നമ്മുടെ ആ മനസ്സ് മാത്രമേ ഉള്ളൂ സ്വർഗീയം. ബാക്കി മുഴുവൻ മൺമയമാ. നമ്മളെ ബറി ചെയ്താൽ നമ്മൾ മുഴുവൻ മണ്ണോട് ചേരുന്നതിൻ്റെ കാരണം അതാണ്. എന്താണ്? അന്നേ പറഞ്ഞു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ആ പൊടിയാകുന്ന ശരീരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ കരിസ്മ മീറ്റിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ഇവിടുത്തെ ആരാധന കഴിഞ്ഞു. ഞാനും നിങ്ങളും പോകുന്നത് പൊതുലോകത്തിലേക്ക്. ആ ലോകത്തെക്കുറിച്ച് 1 യോഹന്നാൻ 5:19 പറയുന്നത്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇപ്പോൾ ഇതൊരു എയർ കണ്ടീഷൻ ഹാളാണെങ്കിൽ AC-യിൽ സുഖമായിട്ട് നമ്മൾ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോഴോ പൊരിവെയിലത്തെ. ഇതിൻ്റെ വേറൊരു അനുഭവമാണ്. നമ്മൾ ദൈവസഭയിലായിരിക്കുമ്പോൾ, ആരാധനയിലായിരിക്കുമ്പോൾ, സഭായോഗത്തിലോ ഉപവാസ പ്രാർത്ഥനയിലോ ബൈബിൾ ക്ലാസ്സിലോ ആയിരിക്കുമ്പോൾ വളരെ നല്ലതേ. നമ്മൾ കൃപയിൽ വെളിയിലോട്ടിറങ്ങുമ്പോൾ പൊരിവെയില. എന്താ? ലോകത്തിൻ്റെ മഹാ ചൂടടിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനകത്ത് കരിവാളിപ്പൂവല്ലോ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധനെ ശുദ്ധീകരിക്കാനാണ് ഈ സമയം. ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, അതിനുശേഷം ഈ കാലത്തിൻ്റെ പ്രത്യേകതയും കൂടെ ഒന്ന് ചിന്തിക്കാം. എന്താണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? പരിപൂർണമായ ജീവിത വിശുദ്ധി, എ പെർഫെക്റ്റ് ഹോളിനെസ് ഇൻ ലൈഫ്. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ആരുടെ അടുത്തോട്ടാ? യഹോവയായ ദൈവത്തിൻ്റെ അടുത്തോട്ട്. നമ്മൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു വിവാഹത്തിന് പോകുന്നത്? അതിൻ്റെ രീതിയിൽ വേഷം ധരിച്ചല്ലേ? ഒരു വിവാഹ സെലിബ്രേഷനാ. എല്ലാവരും ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഏറ്റവും മാന്യമായിട്ട് വേഷം ധരിക്കുന്നത് വിവാഹത്തിനാണ്. അത് ബൈബിളിൽ തന്നെയുണ്ട്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ചു. അന്നുകൊണ്ട് എംബ്രോയിഡറി, കല്യാണ വസ്ത്രം ബൈബിളിൽ പറയുന്നതാ. യഹൂദന്മാർക്കുണ്ടായിരുന്ന കല്യാണ വസ്ത്രം. ഈ സമുദായ സഭകളിലെ അച്ഛന്മാർക്കൊക്കെ ശുശ്രൂഷ സമയത്ത് ഈ നിറവുള്ളൊരു കുപ്പായി ഇടുമല്ലോ, കാപ്പ. ഇതുപോലെ യഹൂദന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു കല്യാണ വസ്ത്രം. ഓരോ വ്യക്തിക്കും കല്യാണ വസ്ത്രം. അത് യഹൂദൻ്റെ റൈറ്റാ. അവൻ കല്യാണ വസ്ത്രം ഇല്ലാതെ വീട്ടിൽ പോകത്തില്ല. അതാണ് ഏറ്റവും മാന്യമായ വസ്ത്രം. ഇതുപോലെ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും മാന്യമായ സ്ഥലത്ത് പോകുമ്പോൾ മാന്യമായിട്ട് പോകുന്നെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് നോക്കിക്കേ. വെറും വിശുദ്ധിയായ ദൈവത്തിൻ്റെ അടുക്കലേക്കല്ല നമ്മൾ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ ക്ലൈമാക്സ് ഒന്ന് കേട്ടോണം. 15-11 വായിച്ചേ. പുറപ്പാട്. ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, ഭയങ്കരനെ. ദൈവത്തിന്റെ വിശുദ്ധിയുടെ അലങ്കാര പ്രയോഗം നിങ്ങൾ കേൾക്കുക. വിശുദ്ധിയിൽ
വിശുദ്ധിയിൽ മഹിമ. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് ആ ഭാഷ്യം. അതിനപ്പുറം ചിന്തിക്കാൻ ഇൻ്റലിജൻസിന് സാധിക്കത്തില്ല, ന്യൂറോ സിസ്റ്റത്തിന് സാധിക്കത്തില്ല. വിശുദ്ധിക്കൊരു മഹിമ. അങ്ങോട്ടാണ് നമ്മൾ അടുത്ത് ചെല്ലുന്നത്. അവിടെ ചെന്നാൽ ക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് ആരാധിക്കാനുള്ളവരാണ് നമ്മൾ. അപ്പോൾ എത്ര വിശുദ്ധി വേണം? തൻ്റെ അരുളപ്പാടുകളെല്ലാം വിശുദ്ധമാണ്. സങ്കീർത്തനം 60:6 വായിച്ചേ. ഒരുപാട് വാക്യങ്ങളുണ്ടെങ്കിലും 1-2 വാക്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. സങ്കീർത്തനം 60:6. ദൈവം അരുളി ചെയ്യുന്നത് തൻ്റെ വിശുദ്ധിയിൽ. ഇനിയും നമുക്ക് സുപരിചിതമാ ലേവ്യ പുസ്തകം 19 വായിക്കണ്ട. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. എബ്രായ ലേഖനം 12 സുപരിചിതമാ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. വാക്യങ്ങളെല്ലാം നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഒരമ്മച്ചി ഡയബറ്റിക് ഷിവിയറായി കൂടി. ചെന്ന് നോക്കിയപ്പം ഷുഗർ എത്ര ഉണ്ടെന്ന് അറിയാവോ? ഫാസ്റ്റിംഗ് 430. എല്ലാം കയ്യിലുണ്ട്, ഷുഗർ 430. അന്വേഷിച്ചപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചു. മക്കളൊക്കെ വിദേശത്ത്, എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോമീറ്റർ കയ്യിലുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അമ്മച്ചി നോക്കുമായിരിക്കാം. എല്ലാം ഉണ്ട്, പിൽസുണ്ട്, ഇൻസുലിനുണ്ട്. അപ്പം ഞാൻ ഈ 430 എന്തോ കഴിച്ച, അധികം ഒന്നും കഴിച്ചില്ല സാറേ. 1 കുറ്റി പുട്ടും 2 പഴവും തിന്നെന്ന് പറഞ്ഞു. 1 കുറ്റി പുട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയമായി. ഞാനല്ലാതെ 4 ദിവസം കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇൻസുലിൻ എടുക്കത്തില്ലേ? അത് വല്ലപ്പോഴും എടുക്കത്തുള്ളൂ. അമ്മച്ചിയുടെ പരിപാടിയാണ്, മക്കൾക്ക് ജോലി ഉണ്ടാക്കുക. ഇൻസുലിൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇൻസുലിൻ വീട്ടിലിരിപ്പുണ്ട്. അമ്മച്ചി എന്നോട് പറയുക, അത് ഞാൻ വല്ലപ്പോഴൊക്കെ എടുക്കുമെന്ന്. വല്ലപ്പോഴും ഇൻസുലിൻ എടുക്കും. ഇതുപോലെ നമ്മൾ ഈ വിശുദ്ധിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഞാൻ നിന്നോട് കണക്ക് തീർക്കുമ്പോൾ നിന്റെ കരങ്ങൾ ബലപ്പെടുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. സ്വർഗം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എ പെർഫെക്റ്റ് ഹോളിനെസ്. എങ്ങനെ ദുഷ്ടലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഐശാചിക ലോകത്തിലാണ്. ഈ ലോകത്തിൽ, ദുഷ്ടന്റെ അധീന ലോകത്തിൽ നമ്മളുടെ മനസ്സിനെ ഒരു മാഗ്നറ്റിക് പവറിൽ കൂടി സാത്താൻ ആകർഷിക്കും. സാത്താൻ്റെ പരിപാടി എൻ്റെയും നിങ്ങളുടെയും ബിരുദ് തെറ്റിക്കാതാ. അവന് സ്വർഗത്തിൽ പ്രവേശനമുള്ളതിനാൽ ഈ ഇരിക്കുന്ന ദൈവദാസന്മാരുടെയും സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അവൻ കണ്ടു. റിസർവ്ഡാ. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നാ. അപ്പം നിങ്ങളുടെ എൻ്റെ എല്ലാ പേരവിടെ റിസർവ്ഡ് ആയി കഴിഞ്ഞു. ഇവന് സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. ഇവനിങ്ങനെ നടന്ന് വായിക്കുമ്പം തിരുവല്ല IPC ചർച്ചിലെ ശാരമ്മ, കുഞ്ഞമ്മ, തോമാച്ചൻ, പാസ്റ്റർ രാജു പൂവക്കാല ഇത് കാണുമ്പോൾ അവനെ നാടൻ ഭാഷ ചൊറിച്ചില്ല. അവനറിയാം ഇവരുടെ പേരുടെ റിസർവാ. നമ്മുടെ എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് അവൻ്റെ കയ്യിലിരിക്കുന്ന ലോകം, ആ ലോകത്തിൻ്റെ ആകർഷണത്തിൽ കൂടി നമ്മുടെ ശരീരത്തെ ആകർഷിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിനറിയാം അതിനെ ചെറുക്കുവാൻ മറ്റൊരു ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങൾ 7 കാര്യങ്ങൾക്കാണ് പരിശുദ്ധാത്മാവ്. 7 അതിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ദൈവദാസന്മാർ നിങ്ങളെ പഠിപ്പിക്കുന്നതാ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യം. ഒന്ന്, ടു റെസിസ്റ്റ് ഡെവിൾ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ടേ നടന്നു പോകുമെന്നല്ല, ഓടിപ്പോകും. അപ്പോൾ ആർക്കാ പേടി? യഥാർത്ഥത്തിൽ ആർക്കാ പേടി? യഥാർത്ഥത്തിൽ ആർക്കാ പേടി? ദൈവമക്കളെ പിശാചിനാ പേടി. കാരണം അവനറിയാം നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വ്യാപ്തി ഭയങ്കരമാണെന്ന്. പക്ഷെങ്കിൽ അവൻ ഈ വേഷം ധരിക്കുമ്പം നമ്മളീ പലർക്കും അവനെ പേടി ഇല്ലേ? സത്യമല്ലേ ഞാനീ പറയുന്നത്? നമ്മളെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് സാത്താനോട് എതിർത്ത് നിൽക്കാൻ. 2, ഒരു ജയകരമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതി. നമ്മൾക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളിൽ 7ാമത്തേതാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അതിനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. 7 സഭയാറ 7ാമത്തെ കാര്യമാണ്.
പരിശുദ്ധ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല കേൾക്കുന്നത്, എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാ. ഇത് ചെവി കേൾക്കുന്ന സൂത്രമല്ല കാഹളം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ സ്പന്ദനമാണ്. അത് റെസ്പോണ്ട് ചെയ്യുന്നത് എൻ്റെ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാ. എന്നാൽ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന അടുത്ത 2 കാര്യങ്ങളാണ്: ജയകരമായ ജീവിതം നയിക്കാൻ, 2 സാത്താനോട് എതിർക്കാൻ. എന്നാൽ അവൻ്റെ ശക്തി കൊണ്ട് ലോകത്തെ മനോഹരമാക്കി അവൻ ആകർഷിക്കാൻ നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു സ്വർഗീയൻ്റെ ആത്മീയൻ്റെ രൂപാന്തരം പ്രാപിക്കുന്നവൻ്റെ അനുസരണമാണോ? അലങ്കാരങ്ങൾ വേണ്ടെന്നല്ല, വസ്ത്രധാരണം, ജീവിത ശൈലി, നമ്മുടെ നടപ്പ് ആരുടെ ഫോമായിരിക്കണം? ക്രിസ്തുവിൻ്റെ വചനത്തിന് നിരക്കാത്തത് പാടില്ല. ലോകം ആകർഷിക്കട്ടെ ലോകരെ, അതല്ല നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനും നിങ്ങളും കുഞ്ഞാടിൻ്റെ കാന്തയാണ്. ഞാനും നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഞാനും നിങ്ങൾ കർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ്. വി ആർ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സമ്പാദ്യമാണ്. സാത്താൻ ആകർഷിക്കും, പക്ഷെങ്കിൽ നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം, എല്ലാം ശുദ്ധമായിരിക്കണം. പെരുമാറ്റങ്ങൾ, ഇടപാടുകൾ, സംസാരങ്ങൾ, അലങ്കാരങ്ങൾ എല്ലാം യോഗ്യമായിരിക്കണം. കേശാലങ്കാരം ആത്മീയന് നിരക്കുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വസ്ത്രധാരണം ഏത് രാജ്യത്തിൽ ചെന്നാലെന്നാ ആത്മീയൻ നടക്കുന്നതായിരിക്കണം. അല്ലാതെ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ മലയാളി പറയും എന്ത് ചെയ്യും? നാടുമുറി തിന്നുവന്നു. ആത്മീയ ഭാഷ പറയണം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ഞങ്ങൾ വെജിറ്റേറിയനാന്ന് പറയണം. എന്നോട് പിണക്കമുള്ളവർ കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. പിണക്കമില്ലാത്തവർ സ്തുതിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ വിശുദ്ധി ഒന്നാമത്തെ കാര്യം. അത് വളരെയധികം ലോപിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ലോകം മനോഹരമാക്കുന്നത് സാത്താൻ അവൻ്റെ ഭരണത്തിനാണ്. അതിന് പിന്നെ ഇതൊരു കൊമേഴ്സ്യൽ വേൾഡാണ്. എല്ലാത്തിനകത്തും ഒരു അലങ്കാരങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അത് ദൈവവൈതലിന് നിരക്കുന്നതാണോ നോക്കണം. നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് ദാനിയേൽ നിൽപ്പുണ്ട്, ഇല്ലേ? നമ്മുടെ മുമ്പിൽ വിശുദ്ധിക്ക് മാതൃക ദാനിയേൽ നിൽപ്പുണ്ട്. നമ്മുടെ മുമ്പിൽ എബ്രായ ബാലന്മാർ നിൽപ്പുണ്ട്. നമ്മളുടെ മുമ്പിൽ ഹല്ലേലൂയ ജോസഫ് നിൽപ്പുണ്ട്. അതൊക്കെ വിശുദ്ധിക്ക് മോഡലാണ്. ദാനിയേലിന് എന്ത് ഓർഡർ ചെയ്യാം ആരും അറിയത്തില്ല. ഗവർണറാ, എന്ത് ഓർഡർ ചെയ്യാം, പക്ഷെ സ്വർഗം കാണും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ അവരാണ് നമ്മുടെ മോഡൽ. ദർശനം നഷ്ടപ്പെട്ടവനെ നിങ്ങൾ നോക്കരുത്. ദർശനം നഷ്ടപ്പെട്ട പെന്തിക്കോസ്തുകാരനെ നോക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കണം. ഭക്തന്മാരെ നോക്കണം. അവരെ പിൻപറ്റണം. വിശുദ്ധമായ ഒരു ജീവിതം നമ്പർ 1. അത് ശുദ്ധമായിരിക്കണം. വളരെ കുറഞ്ഞു നോക്കിക്കേ. പഴയ കാലത്തായിരുന്നെങ്കിൽ എങ്ങനെയാ പൗലോസ്ലീഹ എല്ലാവരെയും സംബോധന ചെയ്യുന്നത്? എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക്. ഇന്ന് നടക്കുവാ പണി? നടക്കത്തില്ല. കാര്യം മാറി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം ഡിറ്റീരിയേഷൻ വന്നു, എന്തുമാത്രം താണുപോയെന്നറിയാമോ? അതെന്താണെന്നറിയാമോ? ഇത് ഒരു ദിവസം കൊണ്ടല്ല. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സംസ്കാരം പല വിധത്തിൽ വന്നപ്പോൾ, പരിഷ്കാരം പല രീതിയിൽ വന്നപ്പോൾ, മനുഷ്യൻ്റെ ജീവിതശൈലി മാറിയപ്പോൾ, ദൈവമക്കൾ ഓർക്കണം, എന്തെല്ലാം മാറിയാലും ദൈവവചനത്തിനു മാറ്റമില്ല. അപ്പോസ്തോലിക ഉപദേശത്തിന് മാറ്റമില്ല. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അപ്പോസ്തോലിക ഉപദേശത്തിന് മാറ്റമില്ല. ദൈവവചനത്തിന് മാറ്റമില്ല. 1 വിശുദ്ധമായ ഒരു ജീവിതം. 2 പ്രൈസ് ദി ലോർഡ് അതിനനുസരിച്ചുള്ള ഒരു മോഡൽ ലൈഫ് പാറ്റേൺ, മാതൃകയുള്ള ജീവിതം. ഏത് സാധനത്തിനും മേടിക്കാൻ ചെന്നാലും, നമ്മളെ ഫോം അപ്ലിക്കൻസ് മേടിക്കാൻ ചെന്നാലും, വാഹനം മേടിക്കാൻ ചെന്നാലും, വസ്ത്രം മേടിക്കാൻ ചെന്നാലും, ഇന്നത്തെ ബിസിനസ് ടെക്നോളജി എന്താ? അവിടെ ഇരിക്കുന്ന ഒരു മോഡലാണ്, അല്ലേ? ഒരു ഫ്രിഡ്ജ് വേണം. ചെന്നു, ഇത്ര രൂപയാ, വാ. ആ സെയിൽസ് ഓഫീസർ നമ്മളെ കൊണ്ട് കാണിക്കുന്നു, അല്ലേ? നമ്മൾ ആ ഫ്രിഡ്ജ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആ മിക്സി സെലക്ട് ചെയ്തു. അത് നമുക്ക് തരത്തില്ല. അതെന്തിനാ? അത് ഷോറൂമിൽ കാണിക്കാനുള്ളതാണ്. നമുക്ക് തരുന്ന വെയർ ഹൗസിൽ നിന്ന് വേറെയാണ്. അത് തന്നെ സെയിം സാധനം.
നമ്മൾ കാണിക്കുന്ന ഫ്രിഡ്ജ് അവർ മോഡൽ വെച്ചിരിക്കുക, അവിടെ പ്രദർശിപ്പിച്ചിരിക്കുക, നമുക്ക് കസ്റ്റമറെ കാണിക്കാൻ മോഡല്. പക്ഷേങ്കിൽ ഒറിജിനൽ സാധനം നമുക്ക് തരാനുള്ളത് വെയർ ഹൗസിലാണ്, അതാ തരുന്നത്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ഞാനും ദൈവദാസന്മാരും ക്രിസ്തുവിൻ്റെ മോഡലാണ്. വെയർ ഹൗസ് സഭയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മോഡലാണ്. ആ മോഡൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവസഭയെ റെപ്രസെൻറ്റ് ചെയ്യണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ജോലി സ്ഥലത്തെ നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അവിടെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ വരും. അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതൊക്കെ ഞാനും സഹിച്ചവനാ. അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കൃപ കർത്താവ് തരും. നമ്മളൊരു മോഡലായിരിക്കണം. നമ്മുടെ സംസാരം മോഡലായിരിക്കണം. ദൈവ പൈതലിന്റെ നാവിൽ നിന്നും വരാൻ സാധിക്കാത്ത ഒറ്റ വാക്ക് വരാൻ പാടില്ല. നമ്മൾ മോഡലാകണം. ലോകത്തിന്റെ കൊച്ചു വർത്തമാനങ്ങൾ നമുക്കുള്ളതല്ല, അതല്ല അവർ നടത്തട്ടെ. വി ഷുഡ് കൺമെയിൻ എ മോഡൽ ലൈഫ്. മൂന്നാമത്തെ ഒന്ന്, സമയ ചുരുക്കത്തിൽ ഞാൻ ഓടിച്ചു പറയുന്നതേ ഉള്ളൂ. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, സംശുദ്ധമായ ജീവിതം ഈ പ്രീ റാപ്ചറിൽ ഒരുങ്ങണം. രണ്ട്, ഒരു മാതൃകയുള്ള ജീവിതം. മൂന്ന്, അടുത്ത മൂന്ന് ഗൗരവത്തിൽ കേൾക്കണം, സഭയെ സ്നേഹിക്കണം. സഭാ സ്പിരിറ്റ് അല്ല ഞാൻ പറയുന്നത്, സഭാ സ്പിരിറ്റ് അല്ല. പഴയ നിയമത്തിൽ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. അവരിൽ ഇസ്രായേലിന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ ഇഷ്ടമുള്ളായിരുന്നു, വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് ലോകത്തിലുള്ള മറ്റ് ജനങ്ങളെല്ലാം തകർന്നെന്നല്ല. വിജാതീയ രാജാവായ കോരശിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? 44-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, കോരശ് എൻ്റെ ഇടയൻ. ഒന്ന് വായിച്ചേ, 44-28. കോരശ് എൻ്റെ ഇടയൻ. നിങ്ങൾ നോക്കിക്കേ, ഇതാര് പറയുന്ന? യഹോവയായ ദൈവം. സൈറസ് ഈസ് മൈ ഷെപ്പേർഡ്. രാജു പോവക്കാല ഈ സഭയുടെ ഇടയൻ. ഇതിനെ സ്റ്റാറ്റസിലാണ് പറയുന്നത്, കോരശ് എൻ്റെ ഇടയൻ. ഇനി 45-ന്റെ 1 വായിച്ചേ. അടുത്തത്, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട്. അഭിഷിക്തൻ, നമ്മൾ പറയത്തില്ല എൻ്റെ അഭിഷിക്തനെ തുടരുതെന്ന്. ഈ വിജാതീയ രാജാവിനെ കുറിച്ച് സ്വർഗം പറയുക, സൈറസ് ഈസ് മൈ അനോയിന്റഡ് പേഴ്സൺ. അതിൻ്റെ കാരണങ്ങൾ ചേർത്ത് ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. വിജാതീയ രാജാവ് അദ്ദേഹം, സൈറസെ, അല്ല യഹൂദനുമായിട്ടോ യഹോവയായിട്ടോ ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനും ആരാധിക്കാൻ ദൈവം അനുവാദം കൊടുത്തില്ല, സിസ്റ്റം കൊടുത്തില്ല. ആരാധിക്കാൻ കൊടുത്തത് ആർക്കാ? യഹൂദന്മാർക്ക് മാത്രം. അതും വിശ്വസ്ഥലത്തെങ്ങും കയറാനൊക്കത്തില്ല. നമുക്കറിയാം, വെളിയിൽ നിന്നോണം. ആണ്ടിലൊരിക്കൽ പുരോഹിതൻ മാത്രം കയറി ആരാധിക്കും. ബാക്കിയുള്ളവർ വെളിയിൽ നിന്നുകൊണ്ട് സ്വതന്ത്രം പറഞ്ഞു പോയ സ്ഥലത്തെ കാലത്തിൻ്റെ സമ്പൂർണതയിൽ യഹോവയായ ദൈവം ക്രിസ്തുവായി അവിടെ രൂപമെടുത്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ രക്തം കൊണ്ടൊരു ഹൈവേ നിർമ്മിച്ചിട്ട് പറഞ്ഞു, ഏത് ജാതിയിലും ഏത് ഭാഷയിലും ഉള്ളവർക്ക് എന്നെ ആരാധിക്കാം. ആരാധിക്കാൻ എവിടെ കൂടണം? കർത്താവെ, രക്ഷിക്കപ്പെട്ടവരെ അഥവാ രക്ഷിക്കപ്പെടുവാനുള്ളവരെ സഭയോട് ചേർത്തു. ഞാൻ അതാണ് സഭാ സ്പിരിറ്റ് അല്ല പറയുന്നത്. സഭാ സ്പിരിറ്റ് പാപമാ, സഭാ സ്പിരിറ്റ് വലിയ തെറ്റാ, അനാത്മീയമാ. പക്ഷെ നമ്മൾ സഭയെ സ്നേഹിക്കണം. ഏതാ സഭ? വിശുദ്ധന്മാർ കൂടി വന്ന് ആരാധിക്കാൻ ദൈവം നിങ്ങളെ ഇവിടെ പ്ലേസ് ചെയ്തു, എന്നെ ദൈവം വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തു. ഇവിടെയാണ് ദൈവമക്കളെ കർത്താവ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തെക്കാൾ കുടുംബത്തെക്കാൾ സ്നേഹിക്കേണ്ടത് സഭയെയാണ്. കാര്യം പറയാം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവിനെ സ്നേഹിക്കരുതെന്നല്ല, സഭാ സ്പിരിറ്റല്ല ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എന്താ പറയുന്നത് അറിയാവോ? വാക്യം വായിക്കേണ്ട സുപരിചിതവാ. എല്ലാ വിവാഹ ശുശ്രൂഷയിലും 2 പ്രാവശ്യം രാജു പാസ്റ്റർ പറയുന്നതാണ്. എഫേസ്യർ 5 ക്രിസ്തു സഭയെ സ്നേഹിച്ചു, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി. അപ്പോൾ സഭയെ നമ്മൾ എത്ര സ്നേഹിക്കണം? ഇനി രണ്ടാമതൊരു കാര്യം, ഈ ഭൂമിയിൽ നിന്നും എന്തെങ്കിലും സിസ്റ്റം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കുമോ? ശാന്തമായിട്ട് ചിന്തിക്കണം. പാട്ടുകാരൻ പാടുന്ന പോലെ കെട്ടിയ വീടും നിലംപൊരുളും ബാങ്കിൽ കിടക്കുന്ന ആ ഫിക്സഡ് ഡിപ്പോസിറ്റും മനോഹരമായ വാഹനങ്ങളും നമ്മൾ നിർമ്മിച്ച സുന്ദരമായ വീടും അളമാരിക്ക് കമ്പോർഡിനകത്തിരിക്കുന്ന ഷർട്ടും പാൻറ്റും സാരിയും ഒന്നും കൊണ്ടുപോകാൻ ഒക്കുമോ? ഇല്ല. ഒരു സാധനം അവിടെ കൊണ്ടുപോകാം. സഭ അവിടെ ഉണ്ട്, സഭ അവിടെ ഉണ്ട്. വെളിപ്പാട് 5:8 കാണാം, 24 മൂപ്പന്മാർ, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ, സഭയാ.
അവർ പാടുക, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചെന്ന് അവിടെ ക്ലെയിം ചെയ്യുക. അപ്പോൾ സഭയാ. കർത്താവ് വരുന്ന ഒരു വ്യക്തിയെ ചേർക്കാനല്ല, കർത്താവ് വരുന്നത് സഭയെ ചേർക്കാനാ. അവൻ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, പ്രൈസ് ദി ലോർഡ്, പാപം കൂടാതെ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയെ ചേർക്കാൻ വരിക. ആ സഭയെ വിശുദ്ധ ജീവിതം നയിക്കുകയും മാതൃകയുള്ള ജീവിതം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ക്വാളിറ്റി, ആ വ്യക്തി സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരിക്കും. ആ സഭയ്ക്ക് ആ വ്യക്തി ഒരു അലങ്കാരം മാത്രമല്ല, അഭിമാനം മാത്രമല്ല, ആ വ്യക്തി ഒരു തണലായിരിക്കും. ആ വ്യക്തി തണലായിരിക്കും. 3. നാലാമത്തെ, 1 വിശുദ്ധമായ ജീവിതം, 2 മാതൃകയുള്ള ജീവിതം, 3 സഭയെ സ്നേഹിക്കുക, 4 സഭയെ സ്നേഹിച്ചാൽ ആരാധിക്കാൻ ഒരു വ്യഗ്രത. ആരാധിക്കാൻ ഒരു വ്യഗ്രത, എ തേഴ്സ്റ്റ് ഫോർ വർഷിപ്പ്. ആരാധിക്കാൻ ഒരു വ്യഗ്രത. എന്താ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അത് അവരവർക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അനുസരിച്ച് ചിലർ ശബ്ദം ഉണ്ടാക്കും, ചിലർ മൗനമായിരിക്കും. പക്ഷേ അകത്തെ ആത്മാവിന് തൃപ്തിയായെങ്കിൽ മാത്രമേ സഹോദര ഇവിടെ വന്നതിൻ്റെ പ്രയോജനമുള്ളൂ. അകത്തെ ആത്മാവിന് തൃപ്തിയായെങ്കിൽ മാത്രമേ സഹോദരി ഇവിടെ വന്നതിന് പ്രത്യേകതയുള്ളൂ. ആരാധിക്കുക ദൈവത്തെ. ഇന്ന് നിങ്ങൾ നേരിട്ട് കാണാതെ ആരാധിച്ചാൽ നാം മുഖാമുഖമായി ആരാധിക്കും. ആരാധനയ്ക്ക് ഒരു വ്യഗ്രത വേണം, എ തേഴ്സ്റ്റ് ടു വർഷിപ്പ്. അതിന് ഒരു സ്റ്റാറ്റസും നോക്കരുത്. ചിലർക്ക് പേടിയാ സ്റ്റാറ്റസ് പോകുമോ. എവിടെയാ? ഒരു സ്റ്റാറ്റസും പോകത്തില്ല. സ്വർഗത്തിൽ ചെന്ന സ്റ്റാറ്റസ് ഉണ്ടോ? എങ്കിൽ ഇവിടെ ആരാധന പദവിയാ. ദൈവമക്കളുടെ അവകാശം ആരാധന. ഭൂമിയിൽ ഭക്തിയുള്ളവർ പുഷ്ടി വെച്ച് ആരാധിക്കും. നമുക്ക് ആരാധനയ്ക്ക് ഒരു വ്യഗ്രത വേണം. ആരാധന കണ്ടച്ചു പോകാനല്ല, ആരാധനയ്ക്ക് മാർക്കിടാനല്ല, പാസ്റ്ററുടെ പ്രസംഗത്തിന് എന്തോ കുറ്റം നോക്കാനല്ല, ദൈവത്തെ ആരാധിക്കുക. അടുത്തത് പൂർണ്ണമായ ദൈവാശ്രയം. 5ാമത്തെ കാര്യം, എ പെർഫെക്റ്റ് ഡിപ്പെൻഡൻസ് ഇൻ ഗോഡ്. 22-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ. വളരെ പ്രാധാന്യമുണ്ട് ഈ വാക്യത്തിന്. ഈ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ക്രീപ്പർ വള്ളികൾ ഒരു കമ്പിലോ മരത്തിലോ കയറിയില്ലെങ്കിൽ ഫലം കായ്ക്കത്തില്ല. പാവൽ നട്ടാൽ, പടവലം നട്ടാൽ, കുമ്പളം നട്ടാൽ, എന്തെല്ലാം തറയെ കൂടെ എഴിഞ്ഞാലും അതിന് ശരിക്ക് ബലം വേണമെങ്കിൽ ക്രീപ്പറിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ടു ക്ലൈംബ് അപ്പോൺ എ ട്രീ, സർവേ ത്രൂ ദ ട്രീ. ക്രീപ്പർ വള്ളിച്ചെടികളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മരത്തേൽ ചുറ്റിക്കയറാനാ. അതിനാ നമ്മൾ നാടൻ ഭാഷ പന്തലിടുന്നത്. അത് കല്യാണ പന്തലല്ല, പാവൽ കയറി വരാനാ. എങ്കിൽ ദൈവമക്കളെ, ദൈവാശ്രയമാകുന്ന പന്തലില്ലെങ്കിൽ എല്ലാം തീർന്നു. വായിക്കുക, യെരമ്യാ പ്രവചനം 17:5 വായിച്ചേ. 2 വിധത്തിലുള്ള ആളുകളോടെ ഉണ്ട്. യെരമ്യാ പ്രവചനം 17:5 മുതൽ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അടുത്ത വാക്യം, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും അടുത്ത വാക്യം നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതിനെ സാത്താൻ തന്മയത്വമായി ഇന്ന് മനുഷ്യരുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറ്റാൻ നിരവധി ആശ്രയസ്ഥാനങ്ങൾ. അത് വേണ്ടെന്നല്ല, അതല്ല നമ്മുടെ പെർമനന്റ് ആശ്രയം. സ്ഥാനമാനങ്ങളല്ല, അതെല്ലാം തീർന്നു പോകുന്നതാ. സ്ഥാനമാനങ്ങളിലല്ല ആശ്രയിക്കേണ്ടത്, സമ്പത്തിൽ ആശ്രയിക്കരുത്. സമ്പത്ത് അനുഭവിക്കുക, സമ്പത്തിൽ ആശ്രയിക്കരുത്. സ്ഥാനമാനങ്ങളിൽ ആശ്രയിക്കരുത്, സുഖ സൗകര്യങ്ങളിൽ ആശ്രയിക്കരുത്. തടിമിടുക്കിൽ, ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. അറിയാമല്ലോ, സൗന്ദര്യം കൊഴിയാൻ തുടങ്ങും അല്ലേ? ഒരു പ്രായം കഴിയുമ്പം 2 പല്ല് പോയാൽ 15% സൗന്ദര്യം പോയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എത്ര പോയെന്ന് ഓരോരുത്തരും കണക്ക് പിടിക്കും. ഈ ആശ്രയങ്ങളെല്ലാം പോകും. മക്കളിൽ ആശ്രയിക്കരുത്. അവർ വല്ലതും തന്നാൽ മേടിച്ചു, പക്ഷേ മക്കളിൽ മാത്രം ആശ്രയിക്കരുത്.
സുന്ദരനായ ഭർത്താവിൽ ആശ്രയിക്കരുത്, സ്നേഹിച്ചു, അതല്ല ആശ്രയം. നിന്റെ ഭർത്താവിന് സൗന്ദര്യവും ജോലിയും കൊടുത്ത ദൈവമാണ്. സുന്ദരിയും കഴിവുള്ള ഭാര്യയിൽ ആശ്രയിക്കരുത്, ആശ്രയിച്ചു നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യവും കഴിവും ബുദ്ധിയും കൊടുത്ത സ്വർഗത്തിലെ ദൈവമാ. ന്യൂറോസിസ്റ്റ് ഒന്ന് മാറിയ സംഗതി തെറ്റി. ആശ്രയിക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കണം. ഇപ്പോഴേ ആശ്രയം നമുക്ക് ദൈവത്തിൽ വെക്കണം. കാരണം ഈ ലോകം മനുഷ്യനെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. എന്നാ അറിയാവോ? പണമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായി. ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നൊരു സംഭവം പറയാം. ഇന്നൊന്നുമല്ല, അനേകം വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങളുടെ ഒരു കസിൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 40 വർഷം മുമ്പാണ്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അച്ചായൻ റിട്ടയർ ചെയ്തു. ഒരു മകൻ, അന്ന് അവൻ അമേരിക്കയിൽ പോയി. എങ്ങനെ പോയെന്ന് എനിക്കറിയാൻ മേല. ആളവിടെ ചെന്ന് പറ്റി. അവൻ അപ്പനൊരു എഴുത്തയച്ചു. അപ്പന് മകൻ കൊടുത്ത ഗുണദോഷമാണ്. ഡാഡി, ഇംഗ്ലീഷിലാണ് എഴുതിയാൽ മലയാളത്തിൽ പറയാം, എനിക്കിവിടെ നല്ല ജോലിയാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ ഇത്ര $1 ഓരോ മാസം അയച്ചോളാം. അടുത്ത് കേൾക്കണോ? ഡാഡി, യു ലിവ് വെൽ, ഡ്രിങ്ക് വെൽ, ഈറ്റ് വെൽ. മകൻ അപ്പന് കൊടുത്ത ഗുണദോഷമാണ്, നീ നല്ലപോലെ കുടിച്ചോ, നല്ലപോലെ തിന്നോ, നല്ലപോലെ ജീവിച്ചോളാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൈവം നമ്പുരാൻ പണ്ട് മൂടാ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ മകൻ്റെ ആദ്യത്തെ ചെക്ക് വന്നത് ഈ അച്ചായന് കീമോതെറാപ്പി ചെയ്യാനാണ്. ഈ മകൻ്റെ രണ്ടാമത്തെ ചെക്ക് വന്നത് ഈ അപ്പനെ ഹോസ്പിറ്റലിൽ കൊടുത്ത് ബെറിയലിനാണ്. അവൻ ഓർത്തത് കുറച്ച് $1 ഇങ്ങോട്ട് അയച്ചാൽ നല്ല തുക വന്നാൽ അവൻ എഴുതിയ വാക്കാ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. നീ ഡാഡി ഈറ്റ് വെൽ, ഡ്രിങ്ക് വെൽ. ഏതെങ്കിലും മക്കൾ അപ്പനോട് പറയുക നല്ലോണം കുടിച്ചോളാൻ. സത്യക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവൻ എഴുതിയതാ. ഇതാണ് ഇന്നത്തെ ലോകമെങ്കിൽ അത് തകരും ദൈവമക്കളെ. നമ്മളാരും ആ വഴിക്കുള്ളവരല്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരു സെക്കൻഡറി ആശ്രയം പോലെയല്ലേ ദൈവം. ആദ്യമേ മക്കളല്ലേ, ആദ്യം സൗന്ദര്യമല്ലേ, എന്നോട് പിണങ്ങരുതേ, ആദ്യം സ്ഥാനമാനമല്ലേ, ആദ്യം പ്രശസ്തിയല്ലേ, ആദ്യം ജോലിയല്ലേ, ആദ്യം FDയുടെ പലിശയല്ലേ? അല്ല, ഇതെല്ലാം ഒഴുകിപ്പോകും. എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒന്നും ഒഴുകത്തില്ല. നമ്മൾ ഒരുങ്ങുക ദൈവമക്കളെ. എന്തിനാ? തേജോമയനായി ദൈവത്തെ പോലെ രൂപാന്തരം പ്രാപിക്കാൻ. 6ാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, സഭയെ സ്നേഹിച്ചതിന് തത്തുല്യമായി ഈ ലോകത്തിൽ ഒരു സ്നേഹസാഗരം നമ്മിലുണ്ടാകണം. എന്താ? യഹോവയായ ദൈവം മനുഷ്യനായി വന്ന കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 15:12 വായിച്ച കുഞ്ഞെ, യോഹന്നാൻ 15:12. അവൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. റാപ്ചറിൽ നമ്മളൊന്ന് ശോധന ചെയ്യണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലാണോ നമ്മൾ കൂട്ടുവിശ്വാസിയും കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്? നമ്മുടെ ബലഹീനതകളെ മുഴുവൻ കണ്ട് നമ്മളെ അറയ്ക്കാതെ, നമ്മുടെ രഹസ്യ ജീവിതത്തിൻ്റെ കറപ്പ് കണ്ട് കർത്താവ് നമ്മളെ മുഖം തിരിയാതെ, നമ്മുടെ വീഴ്ചകളും ബലഹീനതകളും എല്ലാം കണ്ടിട്ടും അവൻ രക്തം നൽകി നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരനെ അങ്ങനെയാണോ സ്നേഹിക്കുന്നത്? ഇന്നത്തെ ലോകത്തിലെ ദുഃഖവാർത്തകളുടെ എല്ലാ ഉറവിടം എന്താ? പേപ്പറിലായാലും എന്താ? എല്ലാ സ്നേഹം ക്രൂശിച്ചതിൻ്റെയാ. മാനസിക രോഗം ഇല്ലേ, ആത്മഹത്യ, ട്രെയിനിന് കുറുകെ തലവെക്കുക, എല്ലാം എന്താ? സ്നേഹത്തെ നശിപ്പിച്ചതാ. പ്രണയം, പ്രേമം ഒടിച്ചെന്ന് വല്ലയിടത്തും ചാടും ഇല്ലേ? എന്താ? ലോകത്തിലെ സ്നേഹം ഒരു വല്ലാത്ത വഴിക്ക് പോകുന്ന കാലമായതേ. ലോകത്തിലെ സ്നേഹത്തിൻ്റെ പുറകിൽ ഒരു ബ്രേക്കുണ്ട്, അഥവാ ഒരു കടിഞ്ഞാണുണ്ട്. ലോകരെ സ്നേഹിക്കുന്ന ഉദ്ദേശത്തോടെയാ, കാര്യം സാധിക്കാനാ, ഒരു വ്യക്തിയെ കൊണ്ട് മുതലെടുക്കാനാ. എന്നാൽ നമ്മുടെ സ്നേഹം എപ്രകാരമായിരിക്കണം? ഹല്ലേലൂയ. റോമാലേഖനം, സ്നേഹം പാപത്തെ വർദ്ധിപ്പിക്കാൻ ഒത്തിരി മാർഗമുണ്ട്. അതാണ് ഈ മറ്റു കാര്യങ്ങളെല്ലാം. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, നിങ്ങൾക്കറിയാം. അതിനുള്ള വേദിയല്ലേ ലോകത്തിലെ സ്നേഹത്തിൻ്റെ വല്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള വേദി ഇതല്ല. എന്നാൽ നിങ്ങളും ഞാനും കണ്ടുകൊണ്ടിരിക്കുക. നമുക്കത് വരാതിരിക്കാൻ, ബ്ലോക്കാക്കാൻ നമ്മുടെ സ്നേഹത്തിന് കർത്താവ് 2 വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലിക്കകത്താണ് ഒരു സ്നേഹത്തിനും അപകടമില്ല. 2 kind of fencing. ആ വേലിക്കകത്ത് സ്നേഹിക്കണം. വായിക്കാം, റോമർക്ക് ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 12:9 വായിച്ചാൽ മതി. ആ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. Love must be complete, sincere. ഓരോരുത്തരും ശ്രദ്ധിക്കണം. Love must be complete, sincere.
ആരെ സ്നേഹിച്ചാലും അത് നിർവ്യാജമായിരിക്കണം. മനസ്സിനകത്ത് യാതൊരു കറുപ്പുമില്ലാത്ത സ്നേഹമായിരിക്കണം. സ്വർഗം നമ്മൾ സ്നേഹിക്കുന്നതിന് പുറകിൽ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് സ്വർഗത്തിലെ ആ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ രാജു പൂവക്കാല പാസ്റ്ററെ സ്നേഹിക്കുന്നത് എന്നെ മീറ്റിങ്ങിന് വിളിച്ചതുകൊണ്ടാണോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ആണെങ്കിൽ എൻ്റെ സ്നേഹം വ്യാജമാണ്. പ്രൈസ് ദി ലോർഡ്. ആശയം നിങ്ങൾ ദൈവമക്കൾ ഉൾക്കൊള്ളുന്നവരെ എനിക്കറിയാം. ആ ഒരു വേലി അടുത്തതാണ്, നല്ല ഒന്നോന്തരം വേലിയാ, ഒരു സാത്താനും കയറി വരത്തില്ല. അടിപൊളി ഫെൻസിങ്ങാ, മുള്ളുകമ്പി ഫെൻസിങ്ങാ. വായിക്കാം. കൊലോസ്യർ 1:8 സ്നേഹത്തിൻ്റെ അടുത്ത സെക്കൻഡ് വേലി ലെയറാണ്. എന്താ വായിച്ചാട്ടെ? കൊലോസ്യർ 1:8. കൊലോസ്യർ 1:8. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്തത, ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം. എന്നാ സ്നേഹമാ? ആത്മാവിനാൽ. ആ സ്നേഹം കൊണ്ട് പ്രേമം വരത്തില്ല. മനസ്സിലായോ? ആ സ്നേഹം കൊണ്ട് പ്രണയം വരത്തില്ല. ആ സ്നേഹം കൊണ്ട് ഈ കമ്പ്യൂട്ടർ എടുത്തല്ലേ യൂട്യൂബ് എടുത്ത് ആ കണാവണമൊന്നും ചെയ്യത്തില്ല. ആത്മാവിനാലുള്ള സ്നേഹം. എൻ്റെ സ്നേഹത്തിന്റെ പുറകിൽ പരിശുദ്ധാത്മാവിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ സത്താന് കയറാനൊക്കത്തില്ല. ദൈവമക്കളെ, നമ്മുടെ സ്നേഹത്തിന്റെ പുറകിൽ there should be a consent of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൺസെന്റ് വേണം. എങ്കിൽ നമ്മൾ വിശുദ്ധരാ, എങ്കിൽ നമ്മുടെ സ്നേഹം വിശുദ്ധമാ, നിർവ്യാജമായ സ്നേഹമാ. 7ാമത്തെ കാര്യം, നമുക്ക് വേണ്ടത് തികഞ്ഞ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് തിരുവചനം പറയുന്നതാണ് ജീവനുള്ള പ്രത്യാശ. ഞാൻ അടുത്ത വിഷയം പറയാനായിട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ പ്രത്യാശയെക്കുറിച്ച് ഹ്രസ്വമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമുക്കെല്ലാം ബാങ്ക് അക്കൗണ്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാരുമില്ല. എല്ലാവർക്കും ഉണ്ട്. സമൂഹത്തിലെ ഏറ്റവും താഴെ കടലുള്ളവർക്ക് വരെ ബാങ്ക് അക്കൗണ്ടുണ്ട്. വേണം. നമ്മൾ അതിനകത്ത് നിന്ന് പണം ഡ്രോ ചെയ്യുന്നു. നമ്മുടെ ധനം ഏതാ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എൻ്റെ ധനം എന്നതാ? ആത്മീയ ഭാഷയിൽ പറയണ്ട, നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. എന്താ? വാട്ട് ഈസ് അവർ റിച്ച്നെസ്? അത് ഏത് ബാങ്കിൽ സൂക്ഷിക്കാം? അത് സ്വീകരിക്കുന്ന ബാങ്ക് ഏതാ? SBI ആണോ, ഫെഡറൽ ബാങ്ക് ആണോ, കാനറ ബാങ്ക് ആണോ? നമ്മുടെ ധനം സൂക്ഷിക്കാൻ പോകുന്ന ബാങ്ക്. ലോകത്തിലെ ബാങ്കിൽ നമ്മുടെ പണം സൂക്ഷിച്ചാൽ ഷെഡ്യൂൾഡ് ബാങ്കാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. സാധാരണഗതിയിൽ ഇന്ത്യയിലെ മുഴുവൻ ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ ഒബ്സർവേഷനില്ല. അതുകൊണ്ട് നമ്മൾ പണം ഇട്ടാലൊന്നും പൊട്ടത്തില്ല. അവർ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ റിസർവ് ബാങ്ക് കയറി പിടിക്കും. നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളൊന്നും ഒരു കുഴപ്പമുള്ളതല്ല. കാരണം മറ്റ് രാജ്യങ്ങളെ പോലെ അമേരിക്കയിലൊക്കെ ഏത് ബാങ്ക് എപ്പോഴും പൊട്ടുന്ന കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് റിസർവ് ബാങ്കിൻ്റെ കൺട്രോളുള്ള ബാങ്കുകളെല്ലാം. അതുകൊണ്ട് ബാങ്കിൽ പണം കൊണ്ടാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ കിടന്നോളും, അല്ലെങ്കിൽ നമുക്ക് എടുക്കാം. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ധനം ആ ബാങ്കിൽ പറ്റുകയില്ല. ഏതാണ് നമ്മുടെ ധനം? വായിക്കാം. സമയം ഞാൻ കൂടുതലെടുത്ത് കളയുന്നില്ല. എഫേസ്യർ 2:6 പറയുന്നുണ്ട് ധനം എന്നാ. അത് കയ്യിലുള്ളവരുണ്ട്, കൈ പൊക്കാങ്കിൽ ഇടുന്ന ബാങ്ക് ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. എഫേസ്യർ 2:6. നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ, തന്റെ കൃപയുടെ അത്യന്ത ധനം. ദൈവമക്കളെ, ഈ ധനം അഴിഞ്ഞു പോകുന്നതല്ല. ഈ ധനം വാലിഡിറ്റി കുറയുന്നതല്ല. ഈ ധനമാണ് കൃപയുടെ അത്യന്ത ധനം. അത് കയ്യിലുള്ളവരുന്ന് കൈ പൊക്കിക്കേ. ഇല്ല, ഇല്ലാത്തവരുണ്ടോ? കൃപാധനം കയ്യിലുള്ളവരുന്ന് കരം ധൈര്യത്തോടെ ഉയർത്തേ. ഇത് സൂക്ഷിക്കുന്ന ബാങ്കാണ് പ്രത്യാശ. അതിൽ വെച്ചാൽ മതി. ഡ്രോ ചെയ്യാം, ആവശ്യം പോലെ എടുക്കാം. പ്രത്യാശ എന്ന് പറഞ്ഞ ബാങ്കിലിട്ടു. നാളെ അമ്മാമ 1000 വേണോ? എടുത്തു. നാളെ കഴിഞ്ഞ് 500 വേണോ? എടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ ചെക്ക് അങ്ങോട്ട് ഒപ്പിട്ടുകൂടെ പൈസ ഇങ്ങോട്ട് വരും. ഒരു ATM കാർഡ് വീട്ടിലുണ്ടാ. പ്രാർത്ഥനയുടെ ചെക്ക് കൊടുക്കുക, കാശ് ഇങ്ങോട്ട് വരിക. ബാങ്ക് ഏതാണ്? പ്രത്യാശ. ആ ബാങ്കിൻ്റെ പേരാണ് ജീവനുള്ള പ്രത്യാശ. മനസ്സിലായോ? ലോകത്തിലുള്ളവർക്കെല്ലാം ആശയാണ് ലോകമനുഷ്യർക്കെല്ലാം. അത് ആശയെന്ന് പറയുന്നത് നെട്ടോട്ടത്തിൻ്റെ ദാഹമാണ്. ജീവിതം മധുരമാക്കാൻ ലോകമനുഷ്യൻ്റെ ഓട്ടത്തിൽ ഉണ്ടാകുന്ന ദാഹത്തിൻ്റെ പേരാണ് ആശ. ആ ആശ എന്നാണ് അപകടത്തിൽ വീഴുന്നത്. എന്നാൽ നിത്യജീവനിലേക്കുള്ള ഓടുന്ന ദൈവമക്കളുടെ യഥാർത്ഥത്തിലുള്ളതായ ആ ബാങ്കാണ് പ്രത്യാശ. നമ്മുടെ പ്രത്യാശയുടെ ബാങ്ക് ക്ലോസ് ചെയ്യാൻ പോവുക. എന്താ? കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയുടെ ബാങ്ക് വേണ്ട, കർത്താവിൻ്റെ കൂടെ. നമ്മൾ നിൽക്കുന്നത് ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്. പ്രീ റാപ്ചർ പീരിയഡ്.
വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഓക്കെ. അപ്പോൾ ടൈമുണ്ട്. ആ വാക്യത്തിനകത്തുള്ള ആഴമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ദർ ഈസ് ഫോർ സം ടൈം ഫോർ എവറിഥിങ്. വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിക്കട്ടെ, ടൈം. ഇവിടെ മീറ്റിങ്ങിൻ്റെ ഒരു ടൈമുണ്ട്. ക്ലോക്കുകൾ അവിടെ ഇവിടെ പ്രസംഗിക്കുന്നവർക്ക് ആ ക്ലോക്ക്, നിങ്ങൾക്ക് ഈ ക്ലോക്ക്, കൈ വേറെ ക്ലോക്ക് ഇല്ലേ, ടൈം നോക്കാനാണ്. ഇതുപോലെ ഏതിന് ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധീകരിക്കാനുള്ള സമയമാണ്. പ്രീ റാപ്ചർ, പ്രീ ട്രിബുല്യൂഷൻ പീരീഡ്. ലോകത്തിന് നമുക്ക് പ്രീ റാപ്ചർ. ഇനി പ്രീ ട്രിബുല്യൂഷൻ പീരീഡിൻ്റെ ഒരുക്കം കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ ഒരുങ്ങണം. അത് സമയം കിട്ടിയാൽ ഒരു പറയാം. 3-4 കാര്യങ്ങളുണ്ട്, എങ്കിലും നമ്മുടെ സമയത്തിന് വ്യാപ്തി ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, സഭ എടുക്കപ്പെട്ട ശേഷം, നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് വായിക്കണ്ട, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നവരുടെ ഇരിപ്പുണ്ട്. ദൈവം എന്നെക്കാൾ എടുക്കലേ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങോട്ട് വിശദീകരിച്ച ചൈനക്കാരൻ പറഞ്ഞ പോലെ തയ്യക്കാരനെ ബട്ടൺ ഹോൾ വരിക്കാൻ പഠിപ്പിക്കാൻ പോകരുതെന്ന് പറഞ്ഞ പോലെ ഈ ദൈവദാസൻ വരെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നാൽ വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 അധ്യായം സഭകളോടുള്ള ദൂത്. അത് പെന്തക്കോസ്ത് ദിവസം മുതൽ ഇന്ന് വരെയുള്ള സഭകളാണ്, അല്ലാതെ അന്നത്തെ 7 സഭയല്ല, ക്യാരക്ടറാ. 6ആയിട്ട് തിരിച്ചിരിക്കുക സഭയോടുള്ള ദൂത്. 6ാമത്തെ സഭ, 6 പറഞ്ഞാൽ 7 അല്ല, 6. പമ്പയാറ് 2ആയിട്ട് പിരിയുന്ന പോലെ 16-ാം നൂറ്റാണ്ടിൽ സഭ 2ആയിട്ട് ഒഴുകുക. 16-ാം നൂറ്റാണ്ടിലെ ഉണർവിൻ്റെ തീജ്വാല കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടനുണ്ട് ഇന്ന്. അതാണ് ഫിലദൽഫിയ സ്വഭാവം, അതാണ് ഇതിനകത്തിരിക്കുന്നത്. എന്നാൽ അന്ന് കിട്ടിയ ഉണർവ് അത് കഴിഞ്ഞെല്ലാം കെട്ടുപോയി. വേറെ ഉപരിപ്ലവമായ പരിപാടിയും കൊണ്ട് നടക്കുന്നവരുണ്ട്, അതാ ലവോദിക്കുക. ഇത് രണ്ടും ഇങ്ങനെ ഒഴുകുക. അതിൽ ഫിലദൽഫിയ സഭ ഈ തലമുറ റാപ്ചറുള്ള സ്വർഗത്തിൽ, മറ്റേത് മഹോദരത്തിൽ. അതവിടെ നിൽക്കട്ടെ. 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ, പിന്നെ സഭയെ ഭൂമിയിൽ കാണുന്നില്ല. 5-ാം അധ്യായം അവിടെ ഒരു വലിയ ആഘോഷ ആരാധന. കുഞ്ഞാട് മുദ്ര പുസ്തകം മേടിക്കുന്നു, ഭൂമിയുടെ കൺട്രോൾ, റിമോട്ട്, ഭൂമിയുടെ റിമോട്ട് ആ പുസ്തകം. 6-ാം അധ്യായത്തിൽ ആന്റി ക്രൈസ്റ്റിങ്ങോട് വരുന്നു. അവന് 10 രാജമുടിയാ, ലോകത്തെ നശിപ്പിക്കുന്ന അത്. അതിൽ 7 സയൻറ്റിഫിക്കാ. അവൻ്റെ പരിപാടി തുടങ്ങും. അപ്പോൾ സ്വർഗവും ഒരു ആക്ഷൻ തുടങ്ങും. 3-ാം വർഷം. ആ ആക്ഷൻ്റെ ആരംഭം 2019 വ്യക്തമായി കണ്ടു. ലോകം ധരിച്ചു നിന്ന സംഭവമാണ്. നിങ്ങളും ഞാനും അതിനകത്ത് പങ്കെടുത്തവരാ. മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവം. ഇന്ന് ലോകത്തിൽ 6500 ഭാഷകളുണ്ട്, ടോക്കിംഗ് ലാംഗ്വേജ്. ഏതാണ്ട് 5.5-6 ലക്ഷം കൾച്ചറുണ്ട്, സംസ്കാരം ലോകത്തിൽ, മുഴുവൻ ലോകത്തില്ല. നമ്മുടെ ഈ കൊച്ചു കേരളം 5 കൾച്ചറാണ്. ഉത്തര കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം. സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ ഭാഗത്ത് നിന്നാൽ സംസാരത്തിൻ്റെ ടോൺ മാറി. തെക്കോട്ട് ചെന്നാലോ സംസാരത്തിൻ്റെ ട്യൂൺ മാറി, വേറെ കൾച്ചറാണ്. പിന്നെ അടുത്ത 4-ാമത്തെ കൾച്ചറാണ് തീരപ്രദേശം. 5-ാമത്തെ കൾച്ചറാണ് കിഴക്കൻ പ്രദേശം. 5 കൾച്ചറാണ് കൊച്ചു കേരളത്തിൽ. അങ്ങനെയാണ് ഈ ലോകത്തിലോ ലക്ഷക്കണക്കിന് കൾച്ചർ, 6500 സംസാര ഭാഷ, പല നിറങ്ങളിലുള്ള മനുഷ്യർ, ധനവാൻ, ദരിദ്രൻ, സമ്പന്നൻ, അതിസമ്പന്നൻ, ഇല്ലേ? സാധാരണ വിദ്യാഭ്യാസം, ഹൈലി ക്വാളിഫൈഡ്, എല്ലാം, കറുത്തവർ വെളുത്തവരെല്ലാം ഉണ്ട്. ശാസ്ത്രജ്ഞന്മാർ, ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, ആത്മീയക്കാർ, കലാകാരന്മാർ, ഇവരെയെല്ലാം 800 കോടി ജനം ഒരു വെടി പൊട്ടിക്കാതെ ഇവരെയെല്ലാം 30 രൂപ വിലയുള്ള സോപ്പിൻ്റെ കോമളയെ അതിജീവിക്കാൻ ശക്തിയില്ലാത്ത വൈറസ് ഒറ്റ കുടക്കീഴി കൊണ്ടുവന്നു. എന്തിനു കൊണ്ടുവന്നു? ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മളും അതിനകത്ത് വന്നു. അത് പിടിച്ചവരും ഇതിനകത്ത് ഇരിപ്പില്ലേ? അതുപോട്ടെ, എൻ്റെ ചേടത്തി അനിയത്തി ഇപ്പോഴും ഇതിനകത്ത് ഇരിപ്പില്ലേ? കൊറോണ പോയെന്നാണോ? കൊറോണയുടെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ടേ, ചേടത്തി ഇരിപ്പുണ്ട്. ഈ തൊണ്ട അതെ അനിയത്തിയാ, ചേടത്തിയാ, ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് പോകത്തില്ല, ഞാൻ പുറകെ പറഞ്ഞു വരാം. ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നോ? എന്തിനെ? ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. എങ്ങനെ കൊടുക്കുന്നു? ഈ 1980 ശേഷം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഹരം എന്നാണെന്നറിയാമോ? യാത്ര. അതിനു മുമ്പ് ഇത്ര യാത്രയില്ല, സൗകര്യങ്ങളില്ല. 5 കാര്യങ്ങൾക്ക് യാത്ര. ആവശ്യത്തിന്
അത്യാവശ്യത്തിന്, ആരെങ്കിലും മരിച്ചാൽ അത്യാവശ്യ യാത്ര, ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ഔദ്യോഗിക കാര്യത്തിന് യാത്ര, ഒഫീഷ്യൽ ട്രിപ്പ് ഇല്ലേ? ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ഔദ്യോഗിക കാര്യത്തിന്, വിനോദയാത്ര. 4, ഇനിയൊരു യാത്ര, അനാവശ്യ യാത്ര. എവിടെ പോവുക? ചുമ്മാ ഇവിടം വരെ, അത് അനാവശ്യം. ശരിയാണോ? യാത്രയൊരു ഹരമായില്ലേ? ബ്രേക്ക് അടിച്ച പോലെ നിർത്തിയോ? 2200 ഫ്ലൈറ്റ് പൊങ്ങും അറ്റ്ലാന്റയിലെ ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 2200 ഫ്ലൈറ്റാണ് അവിടുന്ന് പൊങ്ങുന്നത്. അവിടെ ചെന്നാൽ നമ്മൾ ഓർക്കിയത് എന്നാ ലോകമാണ്. 5 ഫ്ലൈറ്റ് പൊങ്ങും നമ്മുടെ ജമ്മു, അവിടെയും ഞാൻ പോയിട്ടുണ്ട്, ഈ 2 പോയിട്ടുണ്ട്. സകല എയർപോർട്ടും കാലിയായോ? ഇതിലെ ട്രെയിൻ പോകുന്ന ശബ്ദം ഇവിടെ നിന്നാ കേൾക്കാം. അവിടെ പശുക്കളെ കൊണ്ട് കെട്ടിയില്ലേ? ലോകത്തിൽ, ഇന്ത്യയിലല്ല ലോകത്തിൽ ഒരു ട്രെയിൻ ചലിച്ചോ? ഒരു കപ്പൽ ഓടിയോ? നിരത്തുകൾ മുഴുവൻ കരിയില പോലെ ബമ്പർ ടു ബമ്പർ ഓടിയ നിരത്തുകൾ ശൂന്യം. നിങ്ങൾ കണ്ടു നിന്നവരല്ലേ? നമ്മുടെ വാഹനം ഇറക്കിയോ? ശ്രദ്ധിച്ചേ, ഒതുക്കിയോ? 1, യാത്ര പാടില്ല എന്ന് വെച്ചാൽ പാടില്ല. വീട്ടിൽ ഒതുങ്ങടാ. ഒതുങ്ങിയോ? വീട്ടിൽ കയറാത്തവനും വീട്ടിൽ കയറി. ഒരമ്മ പറഞ്ഞു, ചെറുക്കാൻ വന്ന് വീട് നോക്കിയിട്ട് സെറ്റ് അവൻ ആദ്യം കാണുക. അവൻ വീട്ടിലല്ല, അവനും കയറി വീട്ടിൽ. 2, ഞാൻ അലങ്കാര ഭാഷ പറയുക. പഴയ കാലത്ത് അമ്മച്ചിമാർ പെമ്പിള്ളേർ വളർന്ന എൻ്റെയൊക്കെ പെങ്ങന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കറി വെക്കാൻ പഠിപ്പിച്ചേ വിടത്തുള്ളൂ. അല്ലെ വല്ല വീട്ടിൽ ചെന്നാൽ അമ്മായി അമ്മ കുത്തുവടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ പെങ്ങന്മാരെയൊക്കെ കറി വെക്കാൻ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും ഒരു അമ്മച്ചി കറി വെക്കാൻ പഠിപ്പിക്കാൻ കൊച്ചിന് നേരമുണ്ടോ? അമ്മച്ചിക്ക് നേരമുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഇരിക്കുന്ന പെമ്പിള്ളേരെല്ലാം അടുക്കള കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും നല്ല സൂപ്പറായിട്ട് കറി വെക്കുകയല്ലേ? യൂട്യൂബും തുറക്കും, ഗ്യാസ് ഓൺ ചെയ്താൽ അടിപൊളി അല്ലേ? അത്രമേ പഠിച്ചിട്ടും നമ്മളെല്ലാം ആഴ്ചയിലൊന്ന് പുറത്ത് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നോ? ലോകം മുഴുവൻ ഇല്ലേ? ശ്രദ്ധിച്ചേ, വൺസ് ഇൻ എ വീക്ക് വെളിയിൽ പോയി ഒരു ഭക്ഷണം കഴിക്കാത്തവരാരുമില്ല. അത് നിലച്ചോ? നിന്നോ? ഗൗരവത്തിൽ കേൾക്കണം. 3-ാമത്തെ കാര്യം, മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഗെറ്റ് ടുഗദർ. എല്ലാ വിധത്തിലുള്ളവർ ഗെറ്റ് ടുഗദർ. ആത്മീയരെ സുഹൃത്തുക്കളുമായി ഒന്നിച്ചു കൂടുന്നു, വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നു. അനാത്മീയർ വേറെ വിധത്തിൽ കഴിക്കുന്നു. എങ്ങനെയായാലും ഗെറ്റ് ടുഗദർ ഇല്ലാത്തൊരു ലോകമില്ല. എല്ലാ രാജ്യങ്ങളുമുണ്ട് പൂർവ്വകാലം മുതൽ. അത് കംപ്ലീറ്റ് ബ്ലോക്കായോ? 4, ഏറ്റവും ഭയങ്കരം, എല്ലാവിധമായ ആഘോഷങ്ങളും നിർത്തിയോ? കൺവെൻഷൻ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ് കംപ്ലീറ്റ് സ്റ്റോപ്പായോ? 5, എവിടെയാ മോളെ ജോലി? മോനെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. വർക്ക് ഓൺ ഹോം. ഇതിനകത്തിരിപ്പുണ്ട് വർക്ക് ഓൺ ഹോം അല്ലേ? കേട്ടാൽ നല്ല സുഖമാണ് വീട്ടിലാണ്. പക്ഷേ 8 മണിക്കൂർ ചെയ്യേണ്ടി ജോലി 16 മണിക്കൂർ ചെയ്യിച്ചവൻ്റെ ശരീരത്തെയും ബുദ്ധിയെയും മറ്റൊരു സിസ്റ്റത്തിൽ കൊണ്ടിട്ടാൽ അവൻ അറിയാം. പിന്നീട് റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് പുറകെ വരുന്നു. വെളിപ്പാട് 10:10 അറിയാവോ? റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ദൂരെ ഇരുന്നു കൊണ്ട് റിമോട്ട് വെച്ചൊരുവൻ്റെ ചിന്തയെ നിയന്ത്രിക്കുന്ന സംവിധാനം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുന്നോടിയായി വർക്ക് ഓൺ ഹോം 8 മണിക്കൂർ ജോലിക്ക് 16 മണിക്കൂർ ചെയ്ത് നടുവ് കഴിച്ച് അച്ചായനും അമ്മാമ്മ ഇവിടെ ഇരിപ്പില്ലേ? കേട്ടാത്തൊന്നും വീട്ടിലാ. രമ്മച്ചി പറഞ്ഞു സന്തോഷത്തോടെ, എൻ്റെ ചെറുക്കൻ വീട്ടിലാ. അത് കഴിഞ്ഞ് പറഞ്ഞു എൻ്റെ ചെറുക്കൻ ആകെ പോയെന്ന്. അവൻ്റെ തീർന്നു. വർക്ക് ഓൺ ഹോം. അടുത്തത് നിങ്ങൾ ഞാനും. ശ്രദ്ധിച്ചേ, വിരുന്നുകാർ വരുന്നെന്ന് കേട്ടപ്പോൾ മുഖം മാറിയില്ലേ? ശ്രദ്ധിച്ചേ, ഇപ്പം വരാൻ കണ്ട നേരം. ശരിയാണോ? ശരിയാണോ അമ്മാമ്മ? ശരിയാണോ അച്ചായ? നമ്മളേതെങ്കിലും വീട്ടിൽ പോയോ? നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം ഞാൻ പറയുക വേറൊരു കാര്യത്തിനാണ്. മുറിക്കകത്തൊതുങ്ങാൻ പഠിപ്പിച്ചില്ലേ? അന്ന് വെപ്രാള എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ച ചെറുപയർ ഇപ്പോഴും ഇരിപ്പില്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് 1 കിലോ. ഞാൻ എൻ്റെ വൈഫിനോട് ഇന്നലെ എടുത്ത് കളയാൻ പറഞ്ഞു. ശരിയാണോ? ഒടുവിലായി ഞാൻ ദുഃഖത്തോടെ ഒരു കാര്യം പറയട്ടെ. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ നടക്കാത്തൊരു സംഭവം. സകല മതങ്ങളുടെയും ആരാധന നിന്നോ? ക്രിസ്തീയ മതം തന്നെയല്ല, ലോകത്തിലെ എല്ലാ ആരാധന ആലയങ്ങളും അടച്ചു പൂട്ടിച്ചോ? ഒരു വൈറസിൻ്റെ പേരിൽ നടന്ന സംഭവമല്ലേ ഞാനീ പറയുന്നത്. 2000-2500 പേര് ചേർന്ന് വിവാഹം നടത്തിയ സ്ഥാനത്തെ പോലീസുകാർ നിന്ന് എണ്ണി 30 പേരെ കയറ്റിയ അനുഭവം എനിക്കുണ്ട്.
സകല ആരാധന നിന്നോ. എന്തുകൊണ്ടിത്? ഇത് റിഹേഴ്സലാ. ഏതിനും റിഹേഴ്സലുണ്ട് ലോകത്തിൽ, ഇല്ലേ? നമ്മുടെ കൺവെൻഷൻ ഗാനങ്ങളൊക്കെ പാടിയ അന്നേരം വീട്ടിൽ നിന്ന് ഓടി ഒന്ന് പാടുകയാണോ? നേരത്തെ പാടി ശരിച്ചില്ലേ? റിഹേഴ്സൽ എന്താണ്? വെളിപ്പാട് പുസ്തകം 13:1 വായിച്ച് ആദ്യം. റെവലേഷൻ 13:1. വെളിപ്പാട് 13:1. പിന്നെ ദണ്ഡ് പോലുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ക്ലിയർ കട്ട്. എതിർ ക്രിസ്തു 10 കൊമ്പ്. നിങ്ങൾക്കറിയാം, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ആരംഭം ദാനിയേൽ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ പറഞ്ഞു, 4-ാം സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ്. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ്. 953 രൂപം കൊടുത്തു. 973 പൂർണ്ണത വന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. 12 രാജ്യങ്ങൾ: ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, സ്പെയിൻ, പോർച്ചുഗൽ. വേറെ ഒരു രാജ്യവും ഇല്ല. എന്താ കാര്യം? 30 രാജ്യമുണ്ട്. വിശാലമായിട്ട് 50 രാജ്യമുണ്ട് യൂറോപ്പിൽ. ഈ 12 പേര് മാത്രം ആദ്യം ചേർന്നു. അവരതിൻ്റെ ട്രസ്റ്റീസ്. അവരുടെ നാണയത്തിൽ ഈ 12 നക്ഷത്രമേ ഉള്ളൂ. ഇത് അസ്തമിച്ചു പോയ റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെയോ നിയമത്തിൻ്റെയോ വസ്ത്രധാരണത്തിൻ്റെയോ ഭക്ഷണ രീതിയുടെയോ ഗൃഹനിർമ്മാണത്തിൻ്റെയോ തുടർച്ച. അതിൽ ജർമ്മനിയും ഫ്രാൻസിനും ഒരു പേരുണ്ട്. അവരൊറ്റ കെട്ട. ജർമ്മനിയും ഫ്രാൻസും ഐക്യമായിട്ട് അറിയപ്പെടും. അങ്ങനെ 11 രാജ്യം. അതിൽ കഴിഞ്ഞ വർഷം സുപരിചിത നമ്മുടെ പെമ്പിള്ളേർക്കും ആമ്പിള്ളേർക്കും ജോലി കിട്ടിയത് എന്താ? ബ്രിട്ടൻ ഇതിനകത്തുനിന്ന് പുറത്തിയാടി. ബ്രിട്ടാക്സ് പുറത്തിയാടിയപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നവരെല്ലാം ബ്രിട്ടനോട് പറഞ്ഞ, നിൻ്റെ സേവനം ഞങ്ങൾക്ക് വേണ്ടതെന്ന് അവർ പോയതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയത്. അപ്പോൾ കൃത്യം 10 കൊമ്പ്. റെഡിയായോ? ഒത്തിരി വിശദീകരിക്കേണ്ടി ഞാൻ ഹ്രസ്വമായിട്ട് പറഞ്ഞതാ. 10 കൊമ്പ്, 7 തല, എല്ലാ ഭൂഖണ്ഡങ്ങളും കീഴ് വരുന്നു. 10 രാജമുടി. അത് വിശദീകരിക്കാൻ സമയമില്ല. ഇതാണ് ആൻറ്റി ക്രൈസ്റ്റ്. അവൻ എങ്ങനെ ഭരിക്കും? അതേ അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അതിനാണ് ഈ കൊറോണ റിഹേഴ്സൽ. വായിക്കാം. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിനെ അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു 6500 ഭാഷ, പല ജനങ്ങൾ, പല സ്വഭാവം, പല രാജ്യം, പല സാമ്പത്തിക സ്ഥിതി, എല്ലാം. ഇവിടെ നോക്കിക്കേ, സകല ഗോത്രത്തിന്മേലും ജാതിമേലും ഭാഷമേലും അവൻ അധികാരം കിട്ടുമ്പോൾ അവന്റെ വിരലിന് കീഴിൽ ഇതെന്താണെന്നറിയാമോ? ജനാധിപത്യമല്ല, സർവാധിപത്യം, ഏകാധിപത്യമല്ല, ടൈറൻസി. ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കും. അവൻ അനങ്ങരുതെന്ന് പറയും. അതിൻ്റെ നിഴലായുധേ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ വൈറസിനെ പേടിച്ച് കൊടുത്ത മാൻഡേറ്റ് അനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ പഞ്ചപുച്ഛമടക്കി ലോകരാജ്യങ്ങൾ അടക്കി അനുസരിച്ചില്ലേ? നിങ്ങൾ ഞാനും അനുസരിച്ചില്ലേ? എങ്കിൽ അവൻ വരുമ്പോൾ അവൻ കംപ്ലീറ്റ് മാറ്റും. ആരാധന മാറ്റുന്നതിനോട് അവസാനം ഞാൻ പറയാം, ദൈവമക്കളുടെ ഭാഗ്യം നമ്മൾ ഈ കൃപയിലായത്. ഇനിയും ഇതിൻ്റെ ഭാഗങ്ങൾ പറയാം. ഈ രോഗം എന്താണെന്നറിയാമോ? ഇവനൊരു മുതലെടുത്തതേ ഉള്ളൂ. ഇത് ദൈവത്താൽ അയക്കപ്പെട്ട സാധനമാണ്. കാരണം ഇത് 1997 2 സംഭവം ഉണ്ടായി. 897 1800 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് പറഞ്ഞ തിരുവചനത്തിൻ്റെ നിവൃത്തിയായി അത്തി തളിർക്കാൻ തുടങ്ങി. AD 30 കർത്താവ് പറഞ്ഞു, എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ വരുന്നതിൻ്റെ അടയാളം അത്തി തളിർക്കും. 1800 വർഷങ്ങൾ കുപ്പിപ്പാത്രം പോയതുപോലെ ലോകത്തിലൂടെ ചെതറിക്കിടന്ന യഹൂദനെ ഒരു പ്രത്യേക കാരണത്താൽ ഒരു ഉണർവുണ്ടായി. അത് ക്ലാസ് എടുക്കുമ്പോഴേ പറയാനൊക്കത്തുള്ളൂ. രസകരമായ ചരിത്രമാണ്. അന്നാണ് അവർ സിയോണിസ്റ്റ് സംഘമുണ്ടാക്കി. 1897 അന്നാണ് ശാസ്ത്രം പുകയില ചെടിയിൽ ആദ്യമേ വൈറസിനെ കണ്ടത്. മനുഷ്യരിലല്ല, പുകയില ചെടിയിൽ. സെക്കൻഡ് വേൾഡ് വാർ തീർന്നപ്പോൾ അത്തി തളിർത്തു. 948 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചന നിവൃത്തിയായി. അത്തി തളിർത്തു. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. ഈ പുകയില ചെടിയിലുണ്ടായിരുന്ന വൈറസ് രൂപാന്തരം പ്രാപിച്ച് ഇൻഫ്ലുവൻസ എന്ന പേരിൽ മനുഷ്യരിൽ കയറി. അന്നും ഇന്നും ഈ വൈറസിന് പ്രതിവിധിയില്ല.
ഈ വൈറസിന് ഒരു ശാസ്ത്രവും പ്രതിവിധി കണ്ടുപിടിക്കത്തില്ല. 2007 ഇവൻ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങി. എല്ലാ രാജ്യങ്ങളിലും ഇപ്പം ഓരോ സ്റ്റെപ്പിൽ വരുന്ന കണ്ടോണം. ഇവൻ ചിറക് വിരിച്ച് പറന്നു. അതാത് രാജ്യക്കാർ അവരവരുടെ ധർമ്മം അനുസരിച്ച് അതിന് പേരിട്ടു. അമേരിക്കക്കാർ പറഞ്ഞു H1N1, ബ്രിട്ടീഷുകാർ പറഞ്ഞു ഫിഗ് ഫീവർ, പന്നിപ്പനി, മറ്റു രാജ്യങ്ങൾ പറഞ്ഞു വിറയ്ക്കുന്ന പനി, ഗിഡനസ് ഫിയർ, ഇന്ത്യക്കാരൻ പറഞ്ഞു ചിക്കൻ ഗുനിയ. വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ എടുക്കാവോ? 1 മണി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടെ എടുക്കാവോ? ഈ വൈറസ് ചിക്കൻ ഗുനിയ വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അല്ല ഇല്ലേ? കൈയൊന്നും പൊക്കണ്ട. ഈ ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞ വൈറസ് നിങ്ങളുടെ ദേഹത്ത് കയറി നിങ്ങളെ കണ്ടച്ചു പോകാനൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് പോകാനാ. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ തമ്പുരാൻ പട്ടാളക്കാരനെ വെച്ചിട്ടുണ്ട്, P53 ഇമ്മ്യൂണിറ്റി. അമ്മാമേ ചിക്കൻ ഗുനിയ വന്നില്ലേ, അന്നേരം ദേഹത്ത് വേദന, നടുവേദന, തലവേദന വന്നത് എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ശരീരത്തിൽ കയറിയ ഈ വൈറസിനെ വെളിയിൽ ചാടിക്കാൻ ഈ പട്ടാളക്കാരൻ നമ്മുടെ ശരീരത്തിൽ തമ്പുരാൻ വെച്ചിരിക്കുന്ന P53 ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി, ഈ വൈറസിനെ ഇടിച്ചു. ഇറങ്ങടാ പുറത്ത്. അവൻ പറഞ്ഞു ഞാൻ ഇറങ്ങത്തിൽ, ഇവളെയും കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെ ഇവനെയും കൊണ്ട്. ഇവർ തമ്മിലുള്ള ഇടിയാ, നടുവേദന, തലവേദന, ഛർദില്. പക്ഷെ സയൻസ് പറയുന്നു 10ാം പക്കം നമ്മുടെ പട്ടാളക്കാരൻ ജയിച്ചു. അറിയാമോ? ഇവൻ പുറത്തിയാടി. ഇല്ലേ അമ്മാമേ, ഇല്ലേ ചായ? 10ാം പക്കം പനി പുറത്തില്ലേ, വൈറസ് പുറത്തിയാടി. പിന്നെ അതിൻ്റെ ക്ഷീണം ഒരു 3 മാസം കൂടെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അല്ലേ? പിന്നെ ഒരു ക്ഷീണവും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ നാടൻ ഭാഷ പറഞ്ഞാൽ അച്ചായനെ കൊണ്ട് വെള്ളം കോരിക്കാൻ അമ്മാമ പറഞ്ഞതാണ്. ആ വൈറസ് എങ്ങും പോയിട്ടില്ല. ശാസ്ത്രം അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, ഈ വൈറസിനെ കുറിച്ച് ആദ്യം കണ്ടുപിടിച്ചത് മലയാളി ശാസ്ത്രജ്ഞന്മാരാ. അവർ പരസ്യമായി പ്രഖ്യാപിച്ചു ലോകത്തോട്, ഈ വൈറസ് എങ്ങും പോയിട്ടില്ല, അത് ഈ ലോകത്തിലുണ്ട്, അതിന് മ്യൂട്ടേഷൻ വന്നുകൊണ്ടിരിക്കുന്നു, അത് ശക്തി ആർജിക്കുന്നു, അത് ശക്തി ആർജിച്ചാൽ വീണ്ടും കയറും. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കയറി ഇറങ്ങി ഒരു മനുഷ്യ ശരീരത്തിൽ 90 ദിവസം നിൽക്കാൻ ഈ വൈറസിന് ശക്തി കിട്ടിയാൽ അവൻ മരിക്കും. എങ്കിൽ ഒരു ശാസ്ത്രവും കണ്ടുപിടിക്കും മുമ്പേ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ ലോകത്തിലൊരു മാരക രോഗമുണ്ടാകും. അന്ന് ലോകത്തിലെ ജനസംഖ്യയിൽ 4/1 മരിക്കും. പണ്ടൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇപ്പം മനസ്സിലായി. കൊറോണ 1 കോടി ജനത്തെയും കൊണ്ട് പോയി. വായിക്കാം, വെളിപ്പാട് 6:7. വെളിപ്പാട് 6:7. 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം. 1 വർഷം, കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. 4/1 ജനങ്ങൾ അന്ന് ഈ ഒരു വൈറസ് പരത്തുന്ന രോഗം കൊണ്ട് മരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 2000 വർഷം മുമ്പ് എഴുതിയെങ്കിൽ ഇതാ ഈ വൈറസ് രൂപം മാറി ഇന്ന് നമ്മൾ പറയുന്നത് കൊറോണ കുട്ടനായിട്ട് വന്നു. ഇതെവിടുന്ന് വന്നു? ചിലർ പറയും ചൈനയെന്നാ, പിന്നെ ഒരാൾ പറയും മൂങ്ങായ, കടുവായ, കൊരങ്ങ. ഇതൊന്ന് ശാസ്ത്രഭാഷയിൽ ബൈബിൾ പറയുന്നത് എവിടുന്ന് വന്നു, എവിടുന്നാണ് ഇത് വന്നത്? ബൈബിൾ പഠിപ്പിക്കുന്ന നമ്മളെ. ഒരു സയൻസും ഇല്ലാത്ത കാലത്താണ് കയ്യിലിരിക്കുന്ന മനോഹരമായ ദൈവവചനത്തിൻ്റെ വില എത്ര വലുതാണ് ദൈവമക്കളെ. നമ്മളിത് കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ ഇതിനകത്തെ മർമ്മങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ശാസ്ത്രം ഇപ്പോഴും തപ്പുക. ഒരു കൂട്ടർ പറയും ചൈനക്കാരൻ്റെയാ, മൂങ്ങായ, വേറൊരു കൂട്ടർ പറയും കൊരങ്ങ, അല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആരോപണം. പിന്നെ ഇതിന് ഒരു പ്രതിവിധി നടക്കത്തില്ല. കാരണം ഇത് തമ്പുരാൻ അയച്ചതാ. എന്തിനാണെന്നറിയാവോ? കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ 4/1 ജനത്തെ കൊല്ലണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീ ട്രിബുലേഷൻ സമയം തുടങ്ങിക്കഴിഞ്ഞു, പ്രീ റാപ്ചർ സമയം തുടങ്ങിക്കഴിഞ്ഞു. മഹോപദ്രവത്തിന് വേണ്ടി സാത്താൻ ഒരുങ്ങുന്നതോടൊപ്പം സ്വർഗത്തിലെ ആക്ഷനും സ്വർഗം ഒരുങ്ങിക്കഴിയുകയാണ്. വായിക്കാം, 2600 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. ഞാൻ സകല ജാതിയെയും ഇളക്കും,
സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് 5 ഇളക്കം പറയുന്നുണ്ട്. ആ കൊച്ചു വായിച്ച കേട്ടോ. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, 2 കടലിനെ ഇളക്കും, പിന്നെ സകല ജാതിയെ ഇളക്കും. സകല ജാതിയെ ഇളകിക്കഴിയുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ആ വാക്യം മനസ്സിലിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചേ കുഞ്ഞേ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവയുടെ അരുളപ്പാടാ. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ. പതുക്കെ വായിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരും ബൈബിളിൽ നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആകാശത്തെ കാണുന്ന ഈ മേളിൽ കാണുന്ന നീലാകാശം ഉണ്ടല്ലോ, കരാകാരന്മാർ പറയുന്നത്, അതിനെ ഇളക്കും. അടുത്തത് ഭൂമിയെയും, ചവിട്ടി നിൽക്കുന്ന മണ്ണുണ്ടല്ലോ, ഇതിനെ ഇളക്കും. കടലിനെയും, ആലപ്പുഴയ്ക്ക് അപ്പുറത്ത് കാണുന്ന സൂത്രം ഉണ്ടല്ലോ, അതിനെ ഇളക്കും. കരയെ മുഴുവൻ കരപ്രദേശത്തെ ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. അപ്പൊ 6500 ജനത്തിന് ജാതിക്കാരെ ഇളക്കും. അങ്ങനെ ഇളകിയാലോ? ജാതികളുടെ മനോഹര വസ്തു ജാതികളുടെയാണോ? സകല ജാതികളുടെ. ഒരു വാക്കും തെറ്റിക്കരുത്. സകല ജാതികളുടെയും. സകല ജാതികളെ ഇളകിയാൽ സകല ജാതികളുടെയും മനോഹര വസ്തു 10000ങ്ങളിൽ സുന്ദരൻ ക്രിസ്തു വരും. ഇനിയും ശാസ്ത്രത്തിലേക്ക് വരാം. ഈ മാരകമായ വൈറസിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കുവാൻ ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം നടത്തിയ പരീക്ഷണം ഈ ആകാശത്തിൽ, അന്തരീക്ഷത്തിൽ, എൻ്റെ നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള വായുവിൽ, നമ്മൾ ഈ കൈ പിടിക്കുന്ന ഈ വായുവിൽ സുലഭമായ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇതെടുത്തു. വായുവിലുള്ള സാധനമാണ് ഹൈഡ്രജൻ. നിങ്ങൾ സഹകരിച്ചേ, വിശപ്പൊക്കെ പോട്ടെ. ഹൈഡ്രജൻ, തിരുവല്ലക്കാർ 1 മണിക്ക് ചോറും, ഞങ്ങൾ ഓട്ടംകാർ 1:30. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. നോക്കിക്കേ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എടുത്തു. 4 കാര്യം. ഇത് 4 എന്താണെന്നറിയാവോ? ഈ 4 വായുവിലെ വസ്തുക്കളാണ്. 4 ഗ്യാസാണ്. 4 ഗ്യാസ് എടുത്തിട്ട് ഒരു എലിമെൻ്റ് കയറ്റി, മൂലകം, സൾഫർ. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 4 ഗ്യാസ് കേട്ടിട്ട് ഒരു എലിമെൻ്റ് കയറ്റി. എലിമെൻ്റ് എന്ന് പറയുന്നത് മൂലകം, സൾഫർ, കത്തുന്ന സാധനം, തലേ കത്തും. അടുത്തത് കേൾക്കണോ? ആദ്യമേ പുള്ളി സാധാരണ ചെയ്യുന്ന വൈദ്യുതി എല്ലാം കയറ്റി, ഒരനക്കവും ഇല്ല. വേറൊരു പരിപാടി ചെയ്തു, അൾട്രാവയലറ്റ് കയറ്റി, UV. അദ്ദേഹം ഞെട്ടിപ്പോയി. സെക്കൻഡ് എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ പരീക്ഷിക്കുന്ന ഗ്ലാസ്സിനകത്ത് ജീവൻ്റെ ഉത്ഭവം, ഗ്യാസും എലിമെൻറ്റും UVയും കൂടെ കയറി. ഇപ്പം ജീവൻ്റെ ഉത്ഭവം. എന്നാ ജീവനാ? ദൈവമക്കളെ, എത്ര മനോഹരമായ വാക്യമാണ്. ഞാൻ ഈ 85 വയസ്സ് പ്രായമുള്ള ഞാൻ എങ്ങനെയാണ് നിന്ന് പ്രസംഗിക്കുന്നത്? ഈ അച്ഛൻ, അത് ശ്രേഷ്ഠ ദേവദാസൻ, നിങ്ങളിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജീവനുണ്ട്. ഇല്ലേ, ഇതിനകം കൊണ്ട് ഈ മേളിലൊരു സൂത്രം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് വെച്ചേനെ അല്ലേ? അപ്പം ജീവനുള്ളതിൻ്റെ തെളിവെന്നാ? DNA-ക്ക് ജീവനുണ്ട്. DNA-ക്ക് ജീവനുള്ളതിൻ്റെ തെളിവ് 2 വസ്തു അതിനകത്ത് വേണം. പിരാമിൻ, പ്യൂരിൻ. പിരാമിൻ, പ്യൂരിൻ എന്നുള്ളതാണ് ജീവൻ്റെ ഘടകത്തിൻ്റെ വസ്തു. എൻ്റെ നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ്റെ ഘടകമുള്ള തെളിവാണ് പിരാമിൻ, പ്യൂരിൻ. ഇത് അതിനകത്തുണ്ടായി. അപ്പോൾ ഇനി ബൈബിളിലേക്ക് വരാം. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിലുണ്ട്. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കഴിഞ്ഞ 35 വർഷം കൊണ്ട് കർത്താവ് കരയെ അങ്ങോട്ട് ഇളക്കി, കടലിനെ ഇളക്കി. പതിവില്ലാതെ നിരവധി അഗ്നിപർവ്വത സ്ഫോടനം. എന്തു വന്നു? 5ാമൻ സൾഫർ കയറി വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിൻ്റെ 2ാമത്തെ തട്ട് 1.5 കോടി കീറി. അൾട്രാവയലറ്റ് 8% ഇറങ്ങി വന്നു. എല്ലാം ചേർന്നോ? നോക്കിക്കേ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിൽ. സൾഫർ കയറി വന്നു. ആകാശം കയറി, UV കയറി വന്നു. ഞാൻ സകല ജാതികളെ ഇളക്കും. മലയാളി പനിച്ചുള്ളി, ജപ്പാൻകാരൻ പനിച്ചുള്ളി, സായിപ്പ് പനിച്ചുള്ളി, ലോകം മുഴുവൻ പനിച്ചുള്ളി എങ്കിൽ തൊട്ടുപുറകെ വരാൻ പോകുന്നു സകല ജാതികളുടെയും മനോഹര വസ്തു. തൊട്ടുപുറകെ വരാൻ പോവുക. ഇത് കർത്താവിൻ്റെ വരവിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ 4/1 ജനത്തെ കൊന്നൊടുക്കാൻ സ്വർഗമയച്ച വൈറസാണ്. ഇതിനെ നിഷ്പ്രഭമാക്കാൻ സയൻസിന് സാധിക്കത്തില്ല. അത് തരംഗമായിട്ട് ഇങ്ങനെ നടക്കുക. നിങ്ങൾ ലോകത്തിൽ ഏത് രാജ്യത്തിലും വിളിച്ചു ചോദിച്ചോ, ഇപ്പോൾ
ഏത് രാജ്യത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ പല രാജ്യത്തില്ലേ ഈ കൊറോണയുടെ ചേടുത്തി അനിയത്തി എല്ലാം അവിടെ ഉണ്ട്. അലങ്കാര ഭാഷ ഞാൻ പറയുക, ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട്. കൊറോണയുടെ ചേടുത്തിയായി ചുമ, വെറും ചുമ, അനിയത്തിയാണ് ജലദോഷം, അങ്ങനെ പല ലക്ഷണങ്ങൾ ഇതിനകത്തിരിപ്പില്ലേ. ഈ ചേടുത്തി അനിയത്തിയും കുറച്ച് കഴിയുമ്പോൾ വേറെ രൂപത്തിൽ വരും, നമ്മുടെ കർത്താവ് വരും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, അശുദ്ധൻ തന്നെ അഴുക്കാകട്ടെ, വിശുദ്ധൻ ശുദ്ധീകരിക്കട്ടെ. 3 കാര്യങ്ങൾ കൂടി പറയാൻ വന്നാൽ ഞാൻ, പക്ഷേ ഈ അനുഗ്രഹീതമായ സഭയിൽ ഒരു കാര്യമെങ്കിലും പറയാൻ പോയാൽ എൻ്റെ മനസ്സെന്നെ കുത്തും. ഇന്നത്തെ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് പറയണമെന്നുകൊണ്ടാണ് ഞാൻ വന്നത്, പക്ഷെ അത് വിശദീകരിക്കേണ്ടതാ, അതവിടെ നിൽക്കട്ടെ. ഉക്രൈൻ യുദ്ധവും പറയാൻ വന്നതാ, എങ്കിലും അത് ഞാൻ വിടുകയാണ്. മറ്റൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ക്രിസ്തുവിൻ്റെ രാജമുടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജമുടിയുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 14-ാം വായിക്കാം. അവൻ്റെ വൺ വേൾഡ് ഗവൺമെൻറ്, വൺ വേൾഡ് റിലിജൻ, ഇങ്ങനെ പലതുണ്ട് അവന് വേദപുസ്തകത്തിൽ. അതിൽ പ്രധാനപ്പെട്ട അവൻ്റെ രാജമുടിയാണ് വെളിപ്പാട് പുസ്തകം 13-14. ഒന്ന് വായിക്കാം. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിനും പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. അടുത്ത വാക്യം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ. 13-14 മൃഗത്തിന്റെ 13-14 മാത്രം വായിച്ചാൽ മതി. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്ന മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇന്നത്തെ യുവലോകം, ശാസ്ത്രലോകം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പരിഷ്കൃത ലോകത്തിൻ്റെ ഉടൻ അത്യാവശ്യമായിട്ട് മാറി. 1950-കളിൽ ജീവിച്ചിരുന്ന അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ അന്നേ പ്രവചിച്ചു ഭാവിയിൽ കമ്പ്യൂട്ടറിന് ജീവൻ വരുമെന്ന്. 1986-87-കളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ജോഫ്രി ഹിൻഡൻ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് രൂപത്തിൽ വന്നിരിക്കുന്നു. നിർമ്മിത ബുദ്ധി. പക്ഷെങ്കിൽ ഒരു ദുഃഖസത്യമുണ്ട്. കഴിഞ്ഞ വർഷം 2023 ഇത് കണ്ടുപിടിച്ച ജോഫ്രി ഹിൻഡൻ പരസ്യമായി പറഞ്ഞു, മനുഷ്യനാശത്തിന് ഏറ്റവും അനുയോജ്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ഭൂമിയുടെ നിയന്ത്രണം പോലും മാറ്റത്തക്കവണ്ണം മാരകമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. മലയാളികൾക്കറിയാവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി ഇവിടെ ഇരിക്കുന്ന ഗവൺമെൻറ് സ്ഥാപിക്കുന്ന സിഗ്നൽ ലൈറ്റ്, അത് വീട്ടിൽ കിടക്കുന്ന കാറിൻ്റെ പടം വരെ വന്നെന്നാണ് പറയുന്നത്. എന്നാൽ എന്താണത്? നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ജീവൻ കിട്ടും. ഇന്നതിന് ലൈഫില്ല, അതിന് ജീവൻ കിട്ടും. അത് സംസാരിക്കും. 2023 കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒരു സംഭവം നടന്നു ജർമ്മനിയിൽ. അവിടുത്തെ ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയിലാണ്, ഫ്ലൂവർത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇവാഞ്ചലിക്കൽ പള്ളി, സെൻറ്റ് പോൾസ് ചർച്ച്. ഏതാണ്ട് 300-ൽ പരം വിശ്വാസികൾ കൂടുന്ന സഭ, ഇവാഞ്ചലിക്കൽ ചർച്ച, സുവിശേഷ വിഹിത സഭ. സമയമായപ്പോൾ ആളുകൾ കയറി. പ്രധാന സ്ഥലത്ത് നിൽക്കുന്നു അതിസുന്ദരനായ ഒരു പാസ്റ്റർ. അതിനു മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം നല്ല സുതമായ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് ക്രിസ്തുവിനെ ആരാധിക്കാം. ജനങ്ങളെല്ലാം സന്തോഷത്തോടെ നിന്നൊരു കർത്താവിനെ ആരാധിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വചനഘോഷണത്തിൽ പറഞ്ഞു, ലോകത്തിൽ ആദ്യമായി പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉടമ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഞാൻ. ശാസ്ത്രം നിർമ്മിച്ച ഒരു വ്യക്തി ഒരു ശുശ്രൂഷകനായി ദേവാലയത്തിൽ വന്നു. നിർമ്മിച്ചതും വെറും ശാസ്ത്രജ്ഞന്മാരല്ല, എനിക്ക് ദുഃഖമുണ്ട് പറയാൻ. വിയന്ന സർവകലാശാലയിലെ തിയോളജിക്കൽ പ്രൊഫസറാണിത് നിർമ്മിച്ചത്. അദ്ദേഹം നിന്ന് പ്രസംഗിച്ചു. 40 മിനിറ്റ് കഴിഞ്ഞു, സംഗതി തീർന്നു. കാരണം ഈ പ്രസംഗത്തിൻ്റെ എല്ലാം ചാർജ് 40 മിനിറ്റേ ഉള്ളൂ. അടുത്ത ഞായറാഴ്ച ഇദ്ദേഹം പ്രസംഗിക്കണമെങ്കിൽ
റൂമിൽ കൊണ്ട് ചാർജിലിടണം, പ്ലഗ് കുത്തണം. പ്ലഗ് കുത്തിയാൽ പിറ്റേ ഞായറാഴ്ചയും പ്രസംഗിക്കും. ഞാനൊരു കാര്യം പ്രവചന ഭാഷയിൽ പറയാം. ഈ ദർശനം നഷ്ടപ്പെട്ട ക്രൈസ്തവ സഭകളെല്ലാം മേലിൽ നോക്കിക്കോ, ശുശ്രൂഷകന്മാരെ കിട്ടാൻ പാടാകുമ്പോൾ അവർ പറയും ശമ്പളവും കൊടുക്കണ്ട, ടിഎയും കൊടുക്കണ്ട, താമസിക്കാൻ വീടും കൊടുക്കണ്ട, അവരുടെ ശല്യവും ഇല്ല, ഇതേലൊരെണ്ണത്തിനെ മേടിച്ച് വെക്കാം. നോക്കിക്കോ, ഭാവി വരാൻ പോവുക. ഇതേലൊരെണ്ണത്തിനെ മേടിച്ച് വെക്കാം. ഈ സാധനത്തിൻ്റെ പേരെന്നറിയോ? ജനറേറ്റഡ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോം. ശാസ്ത്രീയ ഉൽപ്പന്നമാണ് GTP, ജനറേറ്റഡ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോം. നിർമ്മിച്ചു വിട്ടതാ. അപ്പോൾ ഭാവിയിൽ നോക്കിക്കോണം. ഈ ദർശനം നഷ്ടപ്പെട്ട പുള്ളികളെല്ലാം എല്ലാം പരിഷ്കാരത്തിൻ്റെ പുറകെ ഓടുന്ന കാലമാണല്ലോ. എന്ത് സൗകര്യ! പാസ്റ്ററെ തപ്പി നടക്കണ്ട, പാസ്റ്റർമാമയെ നോക്കണ്ട, ഇതേ ഒരെണ്ണം മേടിച്ചാൽ വീടും കൊടുക്കണ്ട, അലവൻസും കൊടുക്കണ്ട, ദശാംശവും കൊടുക്കണ്ട, സ്വത്രകാഴ്ചയും കൊടുക്കണ്ട, ചായയും കൊടുക്കണ്ട, യാതൊന്നും കൊടുക്കണ്ട. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ റൂമിൽ കുത്തിയിട്ടേക്കണം പ്ലഗ്. പിറ്റേ ചൊവ്വാഴ്ചത്തേക്ക് കുത്തിയിട്ടാൽ മതി 30 മിനിറ്റ്. ഈ ലോകത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നതിൻ്റെ നിഴലായിട്ട് ജർമ്മനി ഇത് സംഭവിച്ചെങ്കിൽ ഇതിന്റെ പൊരുളാണ് വായിച്ചു കേട്ടത്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. ഇത് റിഹേഴ്സൽ. ക്രിസ്ത്യൻ പള്ളിയിൽ, സുവിശേഷ വിഹിത സഭകളിൽ ഇത് കടന്നുകൂടിയെങ്കിൽ വളരെ വേഗം ലോകത്തിൽ ഇത് പരക്കും. ദുഃഖത്തോടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സാരസ്യമാണ്. വരുന്നു. എന്താ? ഇത് നിവർത്തിക്കണം. ഇത് ശീലമായി കഴിഞ്ഞാൽ ജനത്തെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇവൻ ഇങ്ങോട്ട് എഴുന്നള്ളും. സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇവൻ എഴുന്നള്ളും. ഇവൻ എഴുന്നള്ളുമ്പോൾ അവൻ ലോ വെക്കും. എന്താ? ഏത് ഡിവൈസ്, കമ്പ്യൂട്ടർ, TV, ഫോൺ തുറന്നാൽ അവൻ്റെ രൂപം പ്രത്യക്ഷപ്പെടും. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, നമസ്കരിച്ചില്ല കൊല്ലും. എങ്ങനെ കൊല്ലും? എത്ര സിമ്പിൾ. അന്ന് തിരുവല്ലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാ. ഇവൻ പ്രധാനമായിട്ട് ജെറുസലേമിലാ. സാത്താന്യ തൃത്വങ്ങൾ 3. ഒന്ന് ബാബിലോൺ പട്ടണത്തിൽ, ഇറാഖിൽ. ഒന്ന് 7 മലമേലുള്ള ഒരു പട്ടണം, റോം. 7 മലയാ. വെളിപ്പാട് 17 കാണാം. റോം 7 മലയാ. അവിടെ അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ. കാപ്പി കുടിക്കുന്ന കാപ്പിയല്ല, ഒരു മലയാ. അവിടെ അവൻ ആരാ? കള്ളപ്രവാചകൻ ഓഫീസ്. അവിടെ കൈവിടപ്പെട്ട ക്രിസ്ത്യാനിയെല്ലാം അവൻ കൺട്രോൾ ചെയ്യും. ലോക ജനതയെ സാത്താൻ ഇറാഖിൽ ബാബിലോൺ പട്ടണത്തിൽ അവൻ കൺട്രോൾ ചെയ്യും. യഹൂദനെയും ലോകത്തെ ആൻറ്റി ക്രൈസ്റ്റ് ജെറുസലേമിൽ നിന്ന് കൺട്രോൾ ചെയ്യും. അവിടെ ഇരുന്ന് നിൽക്കുമ്പോൾ തിരുവല്ലയിൽ നമ്മളെല്ലാം ഇന്ന് പോയേ. അവിടെ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുടെ കൈ വെക്കണം. അന്ന് നമ്മളെല്ലാം സ്വർഗത്തിൽ തേജോമനായ ദൈവത്തെ തേജസ്സിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിപാടിയുടെ. അത് പറയായി ഇവിടെ കിടന്നു പോകരുത്. അതിനാ ഇവിടെ ആരാധിച്ചില്ലെങ്കിൽ അന്നേരം എങ്ങനെ കൊല്ലും? ദൈവമക്കളെ, 2018 മുമ്പേ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് യൂറോപോൾ. അവർ ലോകരാജ്യങ്ങൾക്ക്, ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നു. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും എല്ലാം ഉപയോഗിക്കുന്നവർ 2020-21 ശേഷം ശ്രദ്ധിച്ചോണം. ഏത് സമയത്ത് ഇൻ്റർനെറ്റ് മർഡർ നടക്കാം, ഇൻ്റർനെറ്റ് കൊലപാതകം നടത്താം. ഒരു വാടക ഗുണ്ടായും വേണ്ട, റിവോൾവറോ കത്തിയോ ഒന്നും വേണ്ട, ഇൻ്റർനെറ്റ് വഴി ആളെ കൊല്ലാം. എങ്ങനെ? തിരുവല്ലയിലിരിക്കുന്ന ഒരാളെ നമസ്കരിച്ചില്ലെന്ന് എങ്ങനെ അറിയും? പഴയ കാലത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേ ഉള്ളൂ. ഇന്ന് കേരളത്തിലെ കുഗ്രാമത്തിലുണ്ട് സൂപ്പർ മാർക്കറ്റ് ഇല്ലേ? സൂപ്പർ മാർക്കറ്റിലോട് ചെല്ലുമ്പം അവിടുത്തെ ആ ഗ്ലാസ് തന്നെ തുറക്കുന്നില്ലേ? അവിടെയെങ്കിലും ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് തുറക്കുന്നത്? നിശ്ചിത അകലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഷെയ്ഡ് അങ്ങോട്ട് സെൻസർ ചെയ്ത് തുറക്കുന്നെങ്കിൽ അന്ന് കയ്യിലിരിക്കുന്ന ഡിവൈസിൽ നമസ്കരിക്കുന്ന ഷെയ്ഡ് വന്നില്ല, റീഡ് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഹാക്കേഴ്സിനെ ഇൻ്റർനെറ്റിൽ കയറ്റിവിടും. ഇത്രയും സയൻസ് കണ്ടുപിടിച്ചെങ്കിൽ ഇന്ന് ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ അന്ന് സ്വർഗത്തിലായിരിക്കും. വിശുദ്ധൻ തന്നെ ശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ അശുദ്ധനെ ശുദ്ധീകരിക്കട്ടെ. ഏതിനും ഓപ്ഷൻ. പ്രീ റാപ്ചർ ടൈം എനിക്കും നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ. പ്രീ ട്രിബുലേഷണൽ ടൈം സാത്താന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.
കർത്താവിൻ്റെ ദാസൻ്റെ കൺസെൻറ്റോടെ ഞാൻ പറയുകയാണ്, കച്ചവടത്തിന് വന്നതല്ല. ഞാൻ എഴുതിയ 7 പുസ്തകങ്ങളുടെ പുറകിൽ എൻ്റെ ഡ്രൈവറുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണ്ടിയെങ്കിൽ അതിലൊന്ന് ഒരു കൈവിടപ്പെട്ട ക്രിസ്ത്യാനി അച്ഛനായാലും പാസ്റ്ററായാലും ക്രിസ്ത്യാനി ആയാലും കൈവിടപ്പെട്ടാൽ അവൻ ഈ ലോകത്തിൽ വരുന്ന ഗതികേടെല്ലാം സയൻസിൽ കൂടെ എഴുതിയിരിക്കുന്നൊരു പുസ്തകമുണ്ട്, നഷ്ടവസന്തം. ബാക്കി വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനം, 1000 വർഷങ്ങൾ തുടങ്ങിയ ഏതാനും പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. പൈസ കയ്യിലില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ അതല്ലാതെയും തരാം. കർത്താവ് നമ്മളെ സഹായിക്കും.